പ്രവാചകന്മാരുടെ ശേഷം ഏറ്റവും ശ്രേഷ്ഠ സ്വഹാബികളാണ്. എന്താണ് അതിൻ്റെ കാരണം? സ്വഹാബികളുടെ ഈമാനാണ് ഏറ്റവും ശക്തമായ ഈമാൻ ഈ ഉമ്മത്തിൽ. എന്തുകൊണ്ട്? പുണ്യനബിയുടെ സഹവാസമായിരുന്നതിൻ്റെ കാരണം. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള സഹവാസമായിരുന്നു അതിൻ്റെ കാരണം. മഹാനായ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻ സ്വഹാബിയാണ്. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻ ഒരു സംഭവം പറയുന്നുണ്ട്. മഹാനവർകൾ മുസ്ലിമായ ഉടനെയാണ്. മഹാനായ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഞാൻ മുസ്ലിമായ ഉടനെയാണ്, എൻ്റെ ഈമാൻ അങ്ങനെ ഉറച്ചിട്ടില്ല, എൻ്റെ ഈമാൻ അങ്ങനെ ഉറച്ചിട്ടില്ല, ഞാൻ മുസ്ലിമായ ഉടനെയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന് ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ഞാനാ ഉള്ളത്. കുറേ ദൂരം ഞങ്ങൾ സഞ്ചരിച്ചപ്പോൾ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനിങ്ങനെ യാത്രയിൽ മുഴുവനും ശ്രദ്ധിക്കുന്നത് റസൂലുള്ളാഹിനെ. മുസ്ലിം ആയിട്ടുണ്ട്, പക്ഷെ കൽബിൽ ഈമാൻ ഇങ്ങോട്ട് ഉറച്ചിട്ടില്ല. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, പിന്നെ മൂപ്പര് പറയാട്ടോ, എനിക്ക് ഈമാൻ ഉറച്ചിട്ടില്ല എന്ന കാര്യം അല്ലാഹുവിൻ്റെ ഹബീബിന് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ റസൂലുള്ളാഹിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പിന്നെ എന്താ മഹാനവറുകൾ പറയുന്നത്? ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഉഖൈലെ, ഞാൻ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ, വല്ലാതെ ദാഹിക്കുന്നു യാ റസൂലല്ലാഹ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരണം നബിയേ എന്ന് ഞാൻ പുണ്യനബിയോട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാ, റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഉഖൈലെ, എൻ്റെ കയ്യിൽ വെള്ളമില്ല, നിങ്ങൾ ഈ പർവ്വതത്തിൻ്റെ മുകളിൽ കയറുക. ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ആ സമയത്ത് സഞ്ചരിച്ചൊരു പർവ്വതത്തിൻ്റെ അടുത്തായിരുന്നു എത്തിയിരുന്നത്. പുണ്യനബി എന്നോട് പറഞ്ഞു, ഉഖൈലെ, നിങ്ങൾ ഈ മലമുകളിൽ കയറുക, എന്നിട്ട് മലയോട് സലാം ചൊല്ലുക. നിങ്ങൾ ചിന്തിക്കണം, ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പറഞ്ഞാൽ പറയില്ല, ഇയാൾ എന്തൊരു പൊട്ടത്തരായി പറയണത്. ഉഖൈലെ, മലയോട് സലാം ചൊല്ലുക ഉഖൈൽ, എന്നിട്ട് മലയോട് വെള്ളം തരാൻ പറ. ശ്രദ്ധിക്കണേ, മലയോട് വെള്ളം തരാൻ പറ. മഹാനായ സയ്യിദുനാ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് നന്നായി ദാഹിക്കുന്നുണ്ട്. ആ ദാഹം ശമിക്കുന്നതിനേക്കാൾ എൻ്റെ മനസ്സിൽ എന്തായിരുന്നു എന്നറിയോ? മുഹമ്മദ് സത്യത്തിൻ്റെ പ്രവാചകനാണോ എന്ന് തിരിയണം എനിക്ക്. മാത്രമല്ല, മുഹമ്മദ് ഈ പറയുന്നതൊക്കെ സത്യമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണിതെന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ ഞാൻ മലമുകളിൽ കയറിയിട്ട് ഞാൻ മലയോട് സലാം ചൊല്ലി. അല്ലാഹുവിൻ്റെ ഹബീബ് നിന്നോട് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ മലയോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ പർവ്വതത്തോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഹബീബ് അയച്ചതാണ് എന്നെ, നിന്നോടെനിക്ക് വെള്ളം തരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. ഉടനെ മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, അത്ഭുതം, പർവ്വതമതാ സംസാരിക്കുകയാണ്, പാറക്കെട്ടുകൾ. ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, ഉഖൈൽ, റസൂലുള്ളാഹിനോട് എൻ്റെ സലാം പറയണം, അല്ലാഹുവിൻ്റെ ഹബീബിനോട് പറയണം, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് കാക്കണേ. വഖൂദുഹൻ നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് ജനങ്ങളും കല്ലുകളുമാണ്. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനോട് ഈ പർവ്വതത്തിലെ പാറക്കെട്ടുകൾ പറയുകയാണ്, പർവ്വതം സംസാരിക്കുകയാണ്. ഉഖൈലെ, റസൂലുള്ളാഹിനോട് പറയണോ, ഈ ആയത്തിറങ്ങിയ അന്ന് മുതൽ കരയാൻ തുടങ്ങിയതാണ് ഞാൻ. ശ്രദ്ധിക്കണേ, എത്ര ആയത്ത് ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കരഞ്ഞണോ? സിനിമ കണ്ടപ്പോൾ പലപ്പോഴും കരഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ അഭിനയങ്ങൾ കണ്ടപ്പോൾ കരഞ്ഞിട്ടുണ്ടാകും. ഉഖൈലെ, റസൂലുള്ളാഹിനോട് പറയണം, ഞാൻ അന്ന് മുതൽ കരയാൻ തുടങ്ങിയതാണ്. എന്തുകൊണ്ട്? ജനങ്ങളുടെ കൂടെ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ് എന്ന് അല്ലാഹു പറഞ്ഞല്ലോ. ആ കല്ലിൽ ഞാൻ ഉണ്ടാകുമോ
ഏതൊക്കെ കല്ലാണ് അല്ലാഹു പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് നരകത്തിലെന്ന് കത്തിക്കപ്പെടുന്ന കല്ലുകളുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകുമോ എന്നാലോചിച്ച് ഞാൻ കരയാൻ തുടങ്ങിയതാണ്. കരഞ്ഞു 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 കരഞ്ഞ് എന്നിലുള്ള വെള്ളമെല്ലാം തീർന്നു പോയി ഉഖൈലേ. അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം തരാൻ എൻ്റെ കയ്യിൽ വെള്ളമില്ല എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയണേ എന്ന് ഉഖൈൽ റളിയല്ലാഹു അൻഹുവിനോട് പർവ്വതം പറഞ്ഞു. ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാം, അപ്പം എൻ്റെ കൽബിൽ ഒന്ന് ചെറുങ്ങനെ നേരത്തുള്ളതിനേക്കാളും ഒന്നുകൂടെ ഈമാൻ ഒന്ന് ഉറച്ചു. ഞാൻ പറഞ്ഞു ഒരുപാട് ഭാഗമൊന്നും ഞാൻ പറയില്ല, ഒന്ന് രണ്ടു കാര്യം. ഇത്തരത്തിലുള്ള മഹാന്മാരോടുള്ള സഹവാസം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ഏറ്റവും പ്രധാനമായി നമ്മുടെ ഈമാൻ ഉറക്കുകയാണ്. അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇവിടെ വന്നിട്ട് മഹാനായ കീശേരി ഉസ്താദുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അല്ലേ, നിങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്താ ചെയ്യണ്ടേ? നമ്മുടെ കൽബിലേക്ക് ഉറക്കേണ്ട ഒരു സംഗതിയുണ്ട്. മൻ കാന ലില്ലാഹി കാനല്ലാഹു ലാ. ഒരാൾ അള്ളാഹുവിന് വേണ്ടിയാകാൻ തീരുമാനിച്ചാൽ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും ആരുടേതാണ്? നിങ്ങൾ കണ്ടില്ലേ? ആരുടേതാണ്? മൂടിൻ്റെ ഒന്നുമല്ല, റബ്ബിൻ്റെതാണ്. അപ്പം ആ സൃഷ്ടിജാലങ്ങളെല്ലാം അയാൾക്ക് വേണ്ടി ഗുണകരമായി നിലകൊള്ളും എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതത്തിലൂടെ പഠിപ്പിച്ച യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. ഇവരും ഇത്തരത്തിലുള്ള മഹാന്മാരുമായുള്ള ബന്ധം, അതിനാ നമ്മളെ സഹായിക്കേണ്ടത്. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനായ ഉഖൈൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, അത് കേട്ട ഈ സംഭവത്തിന് ശേഷം എൻ്റെ കൽബിലോ ഈമാൻ ചെറുങ്ങനൊന്ന് ഉറച്ചു. മഹാനവറുകൾ പറയാൻ, പിന്നെയും ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ കൂടെ പോവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് എന്നോട് പറഞ്ഞു, ഉഖൈലേ ഒന്നിവിടെ വരൂ, ഉഖൈൽ ഇവിടെ വരൂ, എനിക്ക് മൂത്രമൊഴിക്കാനുണ്ട് ഉഖൈൽ, മൂത്രം വിസർജിക്കാനുണ്ട്. പക്ഷേ മറയില്ലാതെ മൂത്രം വിസർജിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് ഉഖൈൽ, അതാ അവിടെ ഒരു വൃക്ഷം മരുഭൂമിയിലാണ്, അവിടെ അതാ ഒരു വൃക്ഷം. ഉഖൈലേ, നിങ്ങൾ ചെന്നിട്ട് ആ വൃക്ഷത്തോട് ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറ. നിങ്ങൾ ചെന്നിട്ട് ആ വൃക്ഷത്തോട് ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറ. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ ഇതും ഒരവസരമായി കണ്ടു. ഈ മുഹമ്മദ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദീന് സത്യമാണോ എന്നറിയാനുള്ള ഒരു അവസരമായി ഞാനിത് മനസ്സിലാക്കി. അങ്ങനെ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. വൃക്ഷത്തോടെ ഞാൻ ചെന്നിട്ട് പറഞ്ഞു, നിന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് വിളിക്കുന്നുണ്ട്. വൃക്ഷത്തോട് ഞാൻ സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, അള്ളാഹിൻ്റെ ഹബീബ് നിനക്ക് സലാം ചൊല്ലിയിട്ടുണ്ട്. പുണ്യനബി എന്നോട് റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അത്ഭുതമാണ് കാണുന്നത്. ഇതങ്ങ് പറഞ്ഞപ്പോഴേ ഈ വൃക്ഷം വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടും ചാഞ്ഞും ചെരിഞ്ഞ് അതിൻ്റെ വേരുകൾ പറിച്ചെടുത്ത് നേരെ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ട് അള്ളാഹിൻ്റെ ഹബീബ് ആ വൃക്ഷത്തെ മറയാക്കി നിന്ന് മൂത്രം വിസർജിച്ചു കഴിഞ്ഞു. ആ മരം തിരിച്ചതിൻ്റെ സ്ഥാനത്ത് തന്നെ പോയിരുന്നു. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഇത് കണ്ടപ്പോൾ എൻ്റെ കൽബിൽ ഒന്നുകൂടി ഈമാൻ ഉറച്ചു, ഒന്നുകൂടെ ഈമാൻ ഉറച്ചു എന്ന മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടരുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. ഇങ്ങനെ പോണ സമയത്ത് കുറേ സ്ഥലം അങ്ങോട്ട് ദൂരെത്തിയപ്പോൾ ഒരൊട്ടകമതാ ഓടി വരികയാണ്. ഒരൊട്ടകം ഓടി വന്നുകൊണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ നിന്ന് ഒട്ടകം പരാതി പറയുകയാണ്. മഹാനായ ഉഖൈൽ റളിയല്ലാഹു അൻഹു പറയാൻ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒട്ടകം വന്ന് പരാതി പറയുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് അതിനെ സമാശ്വസിപ്പിക്കുന്നതും ഞാൻ കാണുന്നുവെന്ന് ഉഖൈൽ റളിയല്ലാഹു അൻഹു. ഞാൻ എന്തിനത് പറഞ്ഞറിയൂ? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വഹാബികൾ സഹവസിച്ചു. അവരാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും പ്രധാനികൾ. അവരാണ് മഹാനായ കീശേരി ഉസ്താദിലെ ഔലിയാക്കളുടെ സമുന്നതനാണ് ആര്? മഹാനായ
ഗൗസുൽ ആലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാക്കളുടെ ഉന്നതമായ സ്ഥാനത്തുള്ള മഹാനാണ്. മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി തങ്ങളെക്കാളും സ്ഥാനമാണ്. സ്വഹാബികളിൽ ഏറ്റവും ചെറിയ സ്ഥാനമുള്ള ആൾക്ക് പോലും, സ്വഹാബികളിൽ ഏറ്റവും ചെറിയ സ്ഥാനം ആർക്കാണ്? മഹാനായ വഹ്ശി റളിയല്ലാഹു അൻഹുവിനാണ്. വഹ്ശി റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ ഏറ്റവും ചെറിയ സ്ഥാനക്കാരനാവാനുള്ള കാരണം എന്താ? മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിച്ചു പോയിട്ടുണ്ട്. എപ്പോന്നറിയാം? മുസ്ലിമായപ്പോഴല്ല, അമുസ്ലിമായിരുന്ന സമയത്ത്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ പ്രിയപ്പെട്ട ഇളയപ്പ സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു ഉഹദിൻ്റെ രണഭൂമിയിൽ മഹാനവറുകളുടെ നെഞ്ചകം കുത്തിപ്പിളർത്ത് മഹാനവരുടെ കരൾ ചവച്ചു തുപ്പിയ സംഭവം ഉണ്ടായല്ലോ. ഹിന്ദിന് അവസരമൊരുക്കിയതാരാ? മഹാനായ വഹ്ശ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഉഹദിൻ്റെ രണഭൂമിയിലാണ് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ നേരെ ചാട്ടുളി പ്രയോഗം നടത്തിയത് മഹാനായ വഹ്ശിയാണ് റളിയല്ലാഹു അൻഹു. മുസ്ലിമായതിനു ശേഷം റസൂലുള്ളാഹി എന്ത് പറഞ്ഞു എന്നറിയോ? വഹ്ശി തങ്ങളെ, നിങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഇരിക്കരുത്, നേർക്ക് നേരെ ഇരിക്കരുത്, എന്നെ നോട്ടം വീഴുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കരുത്. എൻ്റെ വെറുപ്പ് കൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ഹബീബിനെ വഹ്ശിയെ കാണുമ്പോൾ റസൂലുള്ളാഹിന്റെ വലം കൈയായിരുന്ന സയ്യിദുനാ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരുമായിരുന്നു. ആ വഹ്ശിയാണ് സ്വഹാബികളിൽ ഏറ്റവും ചെറിയ സ്ഥാനം. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെയുള്ള സ്വഹാബികളാണ് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനീയവരവരാണ്. അവരിൽ ചിലപ്പോൾ ഒരു ദിവസം നിസ്കരിച്ച ആളെ ഉണ്ടാവുള്ളൂ. മുസ്ലിമായി ഒരു ദിവസം റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചു, ചിലപ്പോൾ മരിച്ചുപോയി, പിറ്റേ ദിവസം മരിച്ചു പോയിട്ടുണ്ടാവും, വഫാത്തായി പോയിട്ടുണ്ടാകും. അവരാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും എന്തുകൊണ്ടറിയോ? അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കൂടെയുള്ള സഹവാസം അവർക്ക് ഈമാനിൽ വർധനവ് നൽകിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ കാരണം. നമ്മളിവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ സമയമൊക്കെ ഉണ്ടല്ലോ, ഈമാനിന് വർധനവ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈമാനിൽ വർധനവ് വന്നുകൊണ്ടിരിക്കണം. അങ്ങനെയെങ്കിലേ ഈ ഇരുത്തത്തിനർത്ഥമുള്ളൂ. മഹാനായ ഉസ്താദുമായി ജീവിതത്തിൽ ഒരുപാട് അഭേദ്യ ബന്ധമുള്ള ആളുകളുണ്ടാവും. ആ ആളുകൾക്കൊക്കെ ഈമാനിൽ വർധനവുണ്ടായിട്ടുണ്ടോ എങ്കിലേ ആ സഹവാസത്തിൻ്റെ പൂർണ്ണത നമുക്ക് ലഭ്യമാകുന്നുള്ളൂ. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് തന്നെ നേരിട്ട് കാണിച്ചു തന്ന ആളുകൾ ഒരു പക്ഷേ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പം നേരത്തെ സലാം ഉസ്താദിനോട് പറഞ്ഞു, നമ്മളെ ഖാദർക്കല്ലേ, ഖാദർക്ക് അവിടെ ഉസ്താദിൻ്റെ അടുത്ത് ഇങ്ങനെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഖാദർക്ക് പിന്നെ എല്ലാവരോടും ഓപ്പണായിട്ട് സംസാരിക്കുമല്ലോ, അങ്ങനെയല്ലോ, എല്ലാവരോടും ഇപ്പോൾ ഓപ്പണായി സംസാരിക്കും. ഇവിടെ വന്നപ്പോൾ ഒരിക്കൽ അങ്ങനെ കടന്നല്ലൊരു കൂടുണ്ട് ഉസ്താദിൻ്റെ അടുത്ത്. അപ്പോൾ ഖാദർഖാനോട് പറഞ്ഞത് കമ്പി എടുത്തിട്ട് ഖാദറെ ആ കടന്നലിൻ്റെ കൂടെ കുത്തുന്നു. ഖാദർക്ക് കടന്നല്ല ഉസ്താദ് പറഞ്ഞല്ലേ എന്ന് കരുതി കടന്നലിൻ്റെ കൂട്ടിനെ കുത്തിയപ്പോൾ കടന്നൽ ഉസ്താദിൻ്റെ നേർക്കാണ് വന്നത്. ഉസ്താദിൻ്റെ നേർക്ക് വന്നപ്പോൾ ഉസ്താദ് കടന്നലിനോട് പറയാം, ഞാനല്ലല്ലോ നിന്നെ കുത്തിയത്, ഖാദറല്ലേ, ഖാദറിനെ പോയി കുത്തുന്നു. ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ ഈമാൻ അരക്കിട്ട് ഉറപ്പിക്കണ ചില പണി അവർ ചെയ്യണത്. എത്ര കറാമത്ത്, ഒരുപാട് അനുഭവസ്ഥരായ ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ. ഞാൻ ഇപ്പം ഇവിടുന്ന് സാന്ദർഭികമായി പറഞ്ഞൊരു കാര്യം ഓർമ്മപ്പെടുത്തിയതാണ്. കടന്നലിനോട് സംസാരിക്കുക, നേരിട്ട് കണ്ട ആളുകൾ, ഏതോ കാലത്തുള്ള സംഭവം പറയില്ല, നേരിട്ട് കണ്ട ആൾ ഇവിടെ ഉണ്ടാവുകൊണ്ടാണ് ഞാൻ മൂപ്പര് ഭക്ഷണം കഴിച്ചു പറ്റാൻ തരുതി, എന്നിട്ട് പറയാൻ തരും, മൂപ്പര് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്ന് തോന്നണം. മൂപ്പര് കഴിക്കണോട് തന്നെയാണോ എന്ന് സംശയമുണ്ട്. ഏതായാലും ശരി, ഇപ്പോൾ കടന്നലിനോട് പറയാം, ഞാനല്ലല്ലോ എന്നെ കുത്തിയത്, ഉസ്താദിൻ്റെ നേർക്ക് വന്നപ്പോൾ ഖാദർ എന്നെ കുത്തിയത്, കുത്തിയോനെ കുത്തുന്നുണ്ട്. ഉടനെ കടന്നൽ ഖാദർഖാൻ്റെ നേരെ കൂത്തിയത്, ഖാദർഖാനെ കുത്തി, മുഖത്ത് കുത്തി, ചുണ്ടിനൊക്കെ കുത്തി. ഖാദർക്ക് കരഞ്ഞപ്പോൾ ഖാദർഖാനോട് പറഞ്ഞു, ഖാദറെ നമുക്ക് വാദം ഉണ്ടാവില്ല. ആർക്കാ അങ്ങനെ പറയാൻ പറ്റുക? കടന്നൽ കുത്തിയാൽ വാദം ഉണ്ടാവില്ല എന്ന് ഏത് വൈദ്യർക്കാണ് പറയാൻ പറ്റുക? ഞാൻ പറഞ്ഞ എന്താ അറിയങ്ങളെ, കുത്തിയ സമയത്ത് കുത്തിയ കടന്നലിനോട് സംസാരിച്ച് കാണിച്ചു കൊടുക്കുക, ഞാനല്ല എന്നെ കുത്തിയത്, കുത്തിയോനെ കുത്തുന്നു. അള്ളാഹുവിൻ്റെ ആളുകൾ ഒരു വാക്കു പറഞ്ഞാൽ, റബ്ബിൻ്റെ ആളായാൽ ഓലൊരു വാക്ക് പറഞ്ഞാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം, വലഇൻ ഇസ്തആദനി ലഉഈദന്ന, അവരെന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവർക്ക് കാവൽ കൊടുക്കും. അവരാരുടെ കാര്യത്തിൽ കാവൽ ചോദിച്ചാലും ഞാൻ അവർക്ക് കാവൽ കൊടുക്കും. അപ്പോൾ ചില ആളുകളൊക്കെ വന്നിട്ട് ചില വിഷയങ്ങളൊക്കെ പറഞ്ഞാൽ വേണ്ടാന്ന് പറയും, അല്ലെങ്കിൽ സുഖാകട്ടെ എന്ന് പറയും.
അല്ലേ സുഖമാവില്ല, അള്ളാൻ്റെ ഖളായിൽ അങ്ങനെയത് കണ്ടതെങ്കിൽ ചിലപ്പോൾ മിണ്ടാതിരിക്കും, ചിലപ്പോൾ ദ്വാരന്നെടുക്കും, ദ്വാരന്ന് അതിന് ഫലം കിട്ടും. ഒരുപാട് ആളുകൾ, നിങ്ങളൊക്കെ മഹാനവറുകൾ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളില്ലേ, എന്താ ദ്വാൻ്റെ ഗുണം കിട്ടിയവരാവും. ഇവരൊക്കെ പടച്ചറബിലേക്ക് അടുത്തതെങ്ങനെയാണ്? ദുആ കൊണ്ട് തന്നെയാണ്. അതാ ഞാൻ അനമുഖമായി ഓതിയ ഈ സദസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യവും അതാണ്. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്ത ഏറ്റവും വലിയ വഴി പ്രാർത്ഥനയാണ്, ദുആ. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുള്ള ദുആ. ഇതല്ലേ പരിശുദ്ധമായ ഖുർആനും ഓർമ്മപ്പെടുത്തിയത്. ലോകത്ത് വന്ന ഒരുപാട് പ്രവാചകന്മാർ, 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് വന്ന എല്ലാവരെയും ഒന്നും ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ, അതും അല്പം വിശദമായി പറഞ്ഞ ഏതാനും ചില പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ പറഞ്ഞപ്പോൾ അല്ലാഹു തആല അതിലേറെ പ്രാമുഖ്യത്തോടെ അല്ലാഹു തആല പറഞ്ഞ ഒരു വിഷയം, അവരൊക്കെ റബ്ബിനോട് ദുആ ചെയ്ത ദുആകളാണ്, അല്ലെങ്കിൽ അവർ ദുആ ചെയ്യുന്നവരായിരുന്നു എന്നാണ്. അർഹമുർ റാഹിമീനായ റബ്ബിനോട് ദുആ ചെയ്യുന്നവരായിരുന്നുവെന്ന്. പ്രാർത്ഥന അതാണ് നമ്മുടെ കയ്യിലുണ്ടാകേണ്ട ഏറ്റവും വലിയ ആയുധം. ഖുർആൻ പറഞ്ഞു, അങ്ങനല്ലേ അല്ലേ? എല്ലാ കാര്യവും ഒരിക്കലൊരാളിനോട് ചോദിച്ചു, ഉസ്താദേ, ഒരു ചെറുപ്പക്കാരനാ എന്നോട് വന്നിട്ട് ചോദിച്ചു റൂമിൽ, ഉസ്താദ് എല്ലാ കാര്യവും അള്ളാഹു നിശ്ചയിച്ചിട്ടില്ലേ? ഞാൻ പറഞ്ഞു, നിശ്ചയിച്ചിട്ടുണ്ട്, എല്ലാം അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങനെ മരിക്കേണ്ടിയെന്നുള്ള അള്ളാഹു തആല തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അപകടപ്പെട്ടാണ് മരിക്കേണ്ടത് എന്നാണ് അള്ളാഹിൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനല്ലല്ലേ നടക്കുകയുള്ളൂ എന്ന് ചോദിച്ചു. നടക്കുകയുള്ളൂ. പിന്നെ ഇപ്പം ഞാൻ നിങ്ങൾ ഈ ദ്വാരക്കുമ്പോൾ അപകടത്തിൽ മരിപ്പിക്കല്ലേ റബ്ബേ എന്ന് ദ്വാരക്കുമ്പോൾ ആമീൻ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചാൽ ഒരുപാട് ആളുകൾക്ക് സംശയം ഉണ്ടാവും. പല യുക്തിവാദികൾ ഈമാനിൽ എന്ന ആളുകളെ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലം അല്ലേ? ഈ കൊറോണ കാലം പോലും ഒരുപാട് ആളുകളെ ഈമാനിൽ നിന്ന് അകറ്റാനാ പല യുക്തിവാദികളും ഈ അവസരം ഉപയോഗപ്പെടുത്തിയത്. എന്നാൽ ഈമാൻ വർദ്ധിപ്പിക്കേണ്ട കാലമാണിത്, വർദ്ധിക്കാൻ സഹായിക്കുന്ന കാലമാണ്. ചെറുപ്പക്കാരൻ്റെ ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലും ഞാൻ ഈ ചോദിച്ചപ്പോൾ ഇതുവരെ സംശയം ഇല്ലാത്തവർക്കൊരു സംശയം വന്നിട്ടുണ്ടാവും. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യറുദ്ദുൽ ഖദറ ഇല്ല ദുആ. ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യം സംഭവിക്കാൻ പോണ എല്ലാം ഖദായിലുള്ളതാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ 6ാമത്തെ കാര്യവും അതുതന്നെയാണല്ലോ, അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വശദ്ദിഹി മിനല്ലാഹി തആല. നന്മയാകട്ടെ തിന്മയാകട്ടെ എല്ലാ കാര്യവും അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ് നടക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. 6ാം കാര്യമാണ് ഈമാനിലെ. ഖുർആൻ ഓർമ്മപ്പെടുത്തി അങ്ങനല്ലേ, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ. വെള്ളിയാഴ്ച നമ്മൾ ഇന്ന് പള്ളിയിൽ പോയപ്പോൾ ഒരു പക്ഷേ പല പള്ളിയിലും ഈ സൂറത്ത് ഓതിയിട്ടുണ്ടാവും. അതിന് ആദ്യം കേൾക്കില്ല തോന്നുന്നല്ലേ, അവസാനം മുതലാണ് കേൾക്കുക. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ അല്ലദീ ഖലഖ ഫസവ്വാ. അത്യുന്നതനായ റബ്ബിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. അല്ലദീ ഖലഖ, എങ്ങനെയുള്ള റബ്ബാണവനാണ് സൃഷ്ടിച്ചത്. ഖലഖ ഫസവ്വാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ച് സമപ്പെടുത്തിയതവനാണ്. എല്ലാ വസ്തുക്കളെ സൃഷ്ടിച്ചതവനാണ്. സവ്വാ, സവ്വാ, സമപ്പെടുത്തിയതവനാണ്. അപ്പൊ കൊറോണയെ സൃഷ്ടിച്ചതാരാ? ചൈനക്കാരന്, അല്ലാഹുവാണ്. സവ്വാ, അതിലെ വകഭേദങ്ങളെ സൃഷ്ടിച്ചിട്ടും അതിനൊക്കെ ഓരോ ക്രമങ്ങൾ വരുത്തി വെച്ചതും റബ്ബാണ്, അല്ലാഹുവാണ്. ഖലഖ ഫസവ്വാ വല്ലദീ ഖദ്ദറ ഫഹദാ, വല്ലദീ ഖദ്ദറ ഫഹദാ, വല്ലദീ ഖദ്ദറ, എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചു തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് റബ്ബ്. ഫഹദാ, എന്നിട്ട് ഓരോ ആളുകളുടെയും കാര്യത്തിൽ എന്താണോ റബ്ബിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിലേക്ക് ആ സൃഷ്ടിയെ കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. വല്ലദീ ഖദ്ദറ ഫഹദാ, ഖളായിലേക്ക്. കൊറോണ പിടിച്ചു മരിക്കൂല എന്ന് വിചാരിച്ച പലരും മരിച്ചുപോയി. നമ്മളൊരു 10 കൊല്ലത്തിന് മരിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചവർ പോലും അങ്ങനല്ലേ. ഇതിൻ്റെ മുമ്പ് വരെ പറഞ്ഞെന്താ, കിഡ്നി രോഗമുള്ള ആളുകൾ, ഷുഗർ രോഗമുള്ള ആളുകൾ, ഇവളൊക്കെ മരിക്കാൻ സാധ്യതയില്ലെന്ന്. അപ്പം നോക്കുമ്പോൾ ചെറുപ്പക്കാരാ പിന്നെ മരിക്കണമൊക്കെ. നിങ്ങളിൻ്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം.
കിഡ്നി ഫെയിലായിട്ട് 8 മാസത്തിലധികമായി ഡയാലിസ് ചെയ്യുന്ന ഒരു 68 വയസ്സുള്ള അവശനായ മനുഷ്യൻ, കൊറോണ പിടിച്ചിട്ട് ഭയങ്കര ഡേഞ്ചറായി, കഫക്കെട്ട് വന്നു, മറ്റേ ന്യൂമോണിയ വന്നു, ഒക്കെ ഡോക്ടർമാർ കഴിച്ചിലാവില്ല എന്നാണ്. ആ മനുഷ്യൻ എപ്പോഴും ഉണ്ട്, കഴിച്ചിലായിട്ട് വളരെ സുഖമായിട്ട്, നീക്കാൻ ഇപ്പോഴും അയക്ക് കഴിയൂല, അന്നും അങ്ങനെ തന്നെ സുഖമായിട്ട് കിടക്കണം. നിങ്ങളുടെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചുതരാം. എന്നാൽ ആരോഗ്യ ദൃഢഗാത്രരായ ചെറുപ്പക്കാർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. വല്ലദീ ഖദ്ദറ ഫഹദാ, അല്ലാഹു എന്താണോ നമ്മുടെ ഖലായിൽ നിശ്ചയിച്ചിരിക്കുന്നത് അതിലേക്ക് റബ്ബ് നമ്മളങ്ങനെ കൊണ്ടുപോകണം. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അല്ലാഹുവിൻ്റെ ഖദാഉം ഖദറും. എന്നാൽ അല്ലാഹുവിൻ്റെ ഖദറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒന്നുണ്ട്. എന്താണത്? പുണ്യ നബി തന്നെ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യറദ്ദുൽ ഖദറ ഇല്ല ദുആ. അല്ലാഹുവിൻ്റെ ഖദറിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒന്നാണ് ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഏറ്റവും എപ്പോഴും ഉണ്ടാവേണ്ട സംഗതിയാണ് ജീവിതത്തിൽ പ്രാർത്ഥന. ഈ കൊറോണ കാലത്ത് എല്ലാ പ്രതിരോധ മരുന്നുകളും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനെയല്ലോ അല്ലേ? ഞാൻ മെനിഞ്ഞാന്നോ 4-ാം നാളത്തെ പത്രം വായിച്ചപ്പോൾ, കൂടുതൽ വായിക്കാൻ പറ്റുന്നൊരു സമയമല്ല ഇപ്പോൾ. വായിച്ച സമയത്ത് ഞാൻ കണ്ടു ഈ പ്രതിരോധ വാക്സിൻ രണ്ടും എടുത്ത ആളുകളുടെ കൂട്ടത്തിൽ 94 ആൾ മരിച്ചു വീണു. അതിന് കൂടുതൽ പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓല കണക്കിൽ പെട്ടതായി 94. അതിനിപ്പോൾ വേറെ എന്താ കിഡ്നിക്ക് പ്രശ്നമായിട്ടാണ്, കൊറോണ ഉണ്ടെങ്കിൽ കൊറോണയെ കൂട്ടില്ലേ, പിന്നെ കിഡ്നിയിലാണ് കൂട്ടണം. ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ, കിഡ്നി ഫെയിലായി മരിച്ച കൂട്ടത്തിലാണ് പെട്ടത്. നിങ്ങൾ കണ്ടില്ലേ നിയമസഭയിൽ വലിയ ഒച്ചമുളിപ്പം എന്താ, കൊറോണ പിടിച്ചു മരിച്ച ആളുകളുടെ കണക്ക് കൃത്യമായി പുറത്തു വിടണമെന്ന് ഗവൺമെൻറ്റിനോട് ഇടയ്ക്കിടയ്ക്ക് MLA ഒച്ചമുടി ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും കണക്ക് കൃത്യമല്ല. വല്ലദീ ഖദ്ദറ ഫഹദാ, ഞാൻ പറയുന്നത് എന്താ, ലോകം മുഴുവനെ പരാജയപ്പെട്ടിരിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകത്തെ പഠിപ്പിച്ചത് ഭൗതികമായ വസ്തുക്കളുടെ ശക്തിയിലല്ല നമ്മുടെ വിശ്വാസം ഉണ്ടാകേണ്ടത്, പരമാധികാരിയായ അള്ളാഹുവിൻ്റെ കഴിവിലാണ്. രാജാതിരാജനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വസ്തുവിനൊരു കഴിവ് കൊടുക്കാതെ ആ കഴിവതിന് പ്രകടിപ്പിക്കാനോ ഉപയോഗിക്കാനോ കഴിയൂല. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ് അല്ലേ? കൊറോണ അല്ല, എൻ്റെ പരിചയത്തിൽ ഒരു മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹം ഫാമിലിയൊക്കെ അടക്കം ഒമാനിലായിരുന്നു. തിരിച്ച് നാട്ടിൽ വന്ന് രോഗിയായി കടന്നു. ഒരു 2 മാസത്തോളം വെന്റിലേറ്ററിൽ കടന്നു അവർ മരിച്ചുപോയി. ആ മരിച്ച സമയത്ത് അദ്ദേഹത്തെ ഈ രോഗമായ സമയത്ത് ശുശ്രൂഷിച്ചത് അയാളുടെ ഭാര്യയാണ്. ഇതൊന്നും ഞാൻ പറയില്ല, ഞങ്ങൾ വന്ന ആളെ ഞാൻ ചൂണ്ടിക്കാണിച്ചു നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരം തരും. ഈ പെണ്ണുങ്ങളെ ആ സമയത്ത് പരിശോധിച്ച് നോക്കി, നെഗറ്റീവാണ്. ഒരാഴ്ച കഴിഞ്ഞ് പിന്നെയും പരിശോധിച്ചു, നെഗറ്റീവ്. എപ്പോഴെന്നറിയോ, ഇയാളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഇയാൾക്ക് കൊറോണയാണ്, പോസിറ്റീവാണ്. ഇയാൾക്ക് സ്വന്തം ബാത്റൂമിൽ പോകാൻ കഴിയില്ല, ഭാര്യയെ കൈയൊടിച്ച് കൊണ്ടുപോകുന്നത്, ഭാര്യയാണ് ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നത്, അതൊക്കെ ചെയ്ത പെണ്ണുങ്ങളാണ്. ഈ പെണ്ണുങ്ങൾക്ക് പരിശോധിച്ച സമയം മുഴുവൻ നെഗറ്റീവാണ്. എന്തേ? കൊറോണ രോഗമാണ്, പെണ്ണിനെ കാണാത്തോണ്ടാ? അല്ല, എന്താ അറിയോ, അല്ലാഹു തആല ഇയാളുടെ ശരീരത്തിലുള്ള കൊറോണ രോഗാണുവിന് ഈ പെണ്ണിൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുത്തില്ല എന്നാണ്. മുത്തനബി പറഞ്ഞതാണോ ശരി? ലോകം പറയുന്നതാണോ ശരി? ഞാനിപ്പോൾ നിങ്ങൾ മാസ്ക് ഇടണ്ടെന്നൊന്നും പറയില്ലേ? ഇപ്പോൾ കുട്ടിസ് ധാർമ്മിക അവിടെ ഇരിക്കുന്നുണ്ട്, മാസ്ക് ഒക്കെ ഇട്ടോളി. വിശ്വാസം വേറെ, നമ്മുടെ വിശ്വാസം ഖൽബിനകത്തുണ്ടാ. വീട്ടിൽ നിന്ന് തീരെ പുറത്തിറങ്ങാത്തവൻ കൊറോണ പിടിച്ച് മരിച്ചിട്ടില്ലേ? നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ? പടച്ച റബ്ബിനോടാ കാവൽ ചോദിക്കേണ്ടത്. വാക്സിൻ എടുത്തോളൂ, വാക്സിനൊക്കെ എടുത്ത് വാക്സിനല്ല വിശ്വസിക്കേണ്ടത്. രാജാതിരാജനായ റബ്ബിലാണ്, അർഹമുർറാഹിമീനായ റബ്ബിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അതാ ഇവിടെ ജീവിച്ചു പോയ മഹാൻ നമുക്ക് കാണിച്ചു തന്നത്. ആ റബ്ബിലാ നമ്മൾ എല്ലാം സമർപ്പിക്കേണ്ടത്. അതാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എല്ലാ പരിശുദ്ധമായ ഖുർആനും നമ്മെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചതും അതാണ് അല്ലേ? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം റസൂലുള്ള ഈ ഉമ്മത്തിനെ ചേർത്തി പറഞ്ഞത് എങ്ങോട്ടാ?
മില്ലത്തു ഇബ്രാഹിമിയ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്കല്ലേ നമ്മെ ചേർത്തി പറഞ്ഞത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, എല്ലാവരും ചൊല്ലി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഇതാ നമ്മളെ കാതിർക്ക. ഇനി കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ ഇയാൾ പണ്ടത്തെ കിതാബ് നോക്കി വയലു പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കണ്ട, കാതിർക്കാനോട് നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളെ കടന്നൽ കുത്തിയില്ലേ? കുത്തിയില്ലേ? കുത്തിയിട്ട് ഞാൻ പറഞ്ഞാൽ എന്താ അറിയോ, ഒരുപാട് കറാമത്ത് ഇതേപോലെ പറയണ്ടാവും. കയ്യിലൊക്കെ ഉണ്ടാവും ഈമാൻ. വന്ന ആളുടെ കൽബിനെ ദൃഢപ്പെടുത്തുന്ന ഈമാൻ ഉണ്ടാകും അതിലെല്ലാം. അതാ നമ്മളും ചെയ്യേണ്ടത്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പ്രയാസത്തിലും നമ്മുടെ കൽബ് നമ്മൾ റബ്ബിനാണ് നൽകേണ്ടത്. ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് എവിടുന്ന ഇപ്പോൾ ഒരു മോചനം മോചനം മോചനം. ചില ആളുകൾ അസ്വസ്ഥരാന്ന പോലെ സംസാരം കേട്ടാൽ മനസ്സിലാവുന്നുണ്ട്. ചില ആളുകൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇത് റബ്ബിൻ്റെ ഒരു പരീക്ഷണമാണ് അല്ലേ. ബദർ യുദ്ധം, ഉഹദ് യുദ്ധം ഒക്കെ വന്നപ്പോൾ അല്ലാഹു തആല ബദർ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞെന്താ, ഒരു പരീക്ഷണം എന്നാണ്. ആരൊക്കെയാണ് അതിൽ ദൃഢമായി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ആരൊക്കെ പതറിപ്പോണത് അല്ലാഹു തആല നോക്കുകയാണ്. ഇനി ഒരു ബദറൊന്നും ഇവിടെ വരാനില്ല. ഇപ്പൊ കൊറോണ നടത്തുന്ന ബദറാണ്. ഈ ബദറിൽ കൊറോണയാണ് നമ്മുടെ മറുഭാഗത്തുള്ളത്. ഈ ബദറിൽ ആരാണ് വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുന്നത്? അതാണ് പതറിപ്പോകുന്നത്. കുറേ മനുഷ്യന്മാർ പതറിപ്പോയി. അതുകൊണ്ടാണ് ചില ആൾക്കാർ പള്ളിക്കൊന്നും പോവില്ല. ഓല അങ്ങാടിക്ക് ഫ്രൂട്ട്സ് വാങ്ങാനൊക്കെ പോകുന്നുണ്ട്. പള്ളി പോകാത്ത കാരണം ചോദിച്ചാൽ പറയാം കൊറോണയാണ്. അപ്പോൾ പള്ളിയിൽ കൊറോണ കുത്തിരിക്കുന്നുണ്ടെന്ന് അതുപോലെ വർത്താനം കേട്ടാൽ തോന്നുക. കൊറോണ തുടങ്ങിയതിന് ശേഷം പള്ളികൾ ഓപ്പണായെങ്കിലും ഇതുവരെ ജമാഅത്തുകൾക്ക്, ജമാഅത്തിനില്ലെങ്കിലും ജുമാക്ക് പോകാത്ത മനുഷ്യന്മാരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിലുള്ള ദൃഢമായ വിശ്വാസം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളൊക്കെ മുമ്പിലേക്ക് ബക്കറ്റ് വരുന്നുണ്ട് കേട്ടോ. ഇതൊരു ബർക്കത്തിനാണ്. നിങ്ങളിപ്പോൾ വരുന്ന സമയത്ത് ഇപ്പോൾ പാട്ടയിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റേ ഭണ്ഡാരങ്ങളിലൊക്കെ പൈസ ഉണ്ടാവും. എന്നാൽ ഇതൊരു ബർക്കത്തിന് ഇങ്ങനെ അങ്ങോട്ട് പോണതാണ്. മനസ്സിലായാലും എല്ലാം ഇവിടുത്തെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ അധികം സംസാരിക്കില്ല. കാരണം എന്താ അറിയോ, ഞാൻ എത്തുന്നവരെ ചിലപ്പോൾ അമ്മ ഉറങ്ങിയില്ല എന്ന് വരും. മനസ്സിലായല്ലോ, അമ്മ ഇങ്ങനെ കാതുറക്കും ഞാൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. റബ്ബിനോട് നന്നായി ദുആ ചെയ്യുക. ഖലീലുല്ലാഹി ഇബ്രാഹിം ഈമാനിലും കർമ്മത്തിലൊക്കെ പുണ്യനബി നമ്മെ ചേർത്തി പറഞ്ഞത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിലേക്കാണ്. അതുകൊണ്ടാണ് ആ ഇബ്രാഹിം നബിയെ ഓർമ്മപ്പെടുത്താനുള്ള 5 നേരത്തെ നിസ്കാരത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ അല്ലാഹു നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം എന്താണ്? ഏതു പ്രതിസന്ധികൾ വന്നാലും അർഹമുർ റാഹിമീനായ റബ്ബിനോട് മനം പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉസ്താദേ ഈ 20 കൊല്ലം ഞാൻ ഒരിക്കൽ അങ്ങനെ ഓർക്കുകയാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ, മട്ടന്നൂരിലെ പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പോഴാണ് ഒരാൾ ജുമാൻ്റെ മുമ്പ് എന്നോട് വന്നിട്ട് സലാം ചൊല്ലുന്നു. അസ്സലാമു അലൈക്കും ഉസ്താദേ, സുഖല്ലേ, കറാഹത്തല്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞു ദ്വാരക്കണേ. അപ്പോൾ എനിക്കറിയാം മൂപ്പര് മക്കളില്ലാത്ത ആളാണ്. 20 കൊല്ലം ഞാനവിടെ പോയിട്ട് 20 കൊല്ലം പലപ്പോഴും ഇയാൾ വന്നിട്ട് പറയും മക്കളില്ല, ദ്വാരക്കണം. ഇയാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇനി കുട്ടികളുണ്ടാകാനും ദ്വാരക്കണ്ട ഉസ്താദേ, 62 വയസ്സായി, ഇനി കുട്ടികളൊന്നും ഉണ്ടാവില്ല, ഇനി ഈമാൻ കിട്ടി മരിക്കാൻ ദുആ ചെയ്താൽ മതി എന്ന് ആര് പറഞ്ഞു? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മാതൃകാ പുരുഷനെ, പ്രവാചകനെ അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു നിരന്തരം. എപ്പോൾ? കല്യാണം കഴിഞ്ഞിട്ട് നിരന്തരം ദുആ 86 വയസ്സ് വരെ. റബ്ബ് ഹബ്ലി റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. ഖുർആൻ പറഞ്ഞില്ല, നിരന്തരമായി ദുആ ചെയ്തു. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സൂറത്തുസ് സാഫാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം കുട്ടികളെ കൊടുത്തത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം.
ഒരുപാട് കാലം ദ്വാരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്മളൊക്കെ വിചാരം എന്താ അറിയോ, ഇന്നാട് ദ്വാരുന്നിട്ട് പിറ്റേന്ന് തന്നെ കിട്ടണമെന്ന്. ഇന്നാട് ദ്വാരുന്നിട്ട് പിറ്റേന്ന് തന്നെ കിട്ടണോ, ഇല്ലെങ്കിൽ പറയും ഞാനാ കൊടുത്ത സംഭാവന പോയിട്ടോ. അതാ മൊയ്ലിയാർ പറ്റിച്ചുകൊണ്ടുപോയി. നമ്മളെ വിശ്വാസം തന്നെ അങ്ങനെയാണ്. അർഹമുർറാഹിമീനായ റബ്ബിനല്ലാതെ ഭൂമിയിൽ ഒരാൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയില്ല. ഒന്നും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ജയലളിത മരിക്കാൻ പാടില്ല. ജയലളിത മരിക്കാൻ പാടില്ല. ലോകത്തെ ഏറ്റവും വിശ്വഖരായ ഡോക്ടർമാരെ ചെന്നൈയിലെത്തിയിട്ടാണ് ആ പെണ്ണിനെ ചികിത്സിച്ചത്. അർഹമുർറാഹിമീനായ റബ്ബിനല്ലാതെ അല്ലേ. ജാക്സൺ മരിച്ചില്ലേ, 180 കൊല്ലം ജീവിക്കണമെന്ന് വിചാരിച്ച മനുഷ്യനാ. 50ാമത്തെ കൊല്ലമായപ്പോൾ അയാളുടെ ഹൃദയം പ്രവർത്തനം നിർത്തി, മൂപ്പരട് മരിച്ചുപോയി. ഏതു നേരം ഭക്ഷണം കഴിക്കുമ്പോഴും അയാളുടെ ഡോക്ടർമാർ പരിശോധിച്ചതിന് ശേഷം മൂപ്പർ ഭക്ഷണം കഴിക്കുള്ളൂ. സമീകൃത ആഹാരം കഴിക്കുക. രാവിലെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള എന്താ ഡോക്ടർമാർ നിർദ്ദേശിക്കണ കഴിക്കുക. 50ാമത്തെ വയസ്സിൽ ഹൃദയം പ്രവർത്തനം നിർത്തി. ഇന്ത്യയിൽ പറഞ്ഞ് സൈലൻ്റ് അറ്റാക്ക് വന്നു, നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. റഹമുറാഹിം ഇതിൻ്റെ എല്ലാം കൺട്രോൾ റബ്ബിൻ്റെ കയ്യിലാണ്. കൊറോണ ആരുടെ കയ്യിലാണ്? നിയന്ത്രണത്തിലാണ്. നിങ്ങളെന്താ മിണ്ടാത്ത? ആരുടെ നിയന്ത്രണത്തിലാണ്? ഓ, ചൈനക്കാരുടെ കയ്യിലല്ല, അമേരിക്കക്കാരുടെ കയ്യിലല്ല, റബ്ബിൻ്റെ കയ്യിലാണ്. ആ റബ്ബിനോട് പറഞ്ഞാൽ മതി. ആ റബ്ബിനോട് പറഞ്ഞ എല്ലാ വിഷയവും തൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ട് ജീവിതത്തിൽ ആ മനുഷ്യനെ ഒരു പേടിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ലല്ലോ അല്ലേ. ഒരിക്കൽ നിങ്ങൾക്കറിയാലോ, കേരളം മുഴുവൻ വ്യാജസിദ്ധന്മാർക്കെതിരെ അതിശക്തമായ പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടന്നു, സമരങ്ങളൊക്കെ നടത്തുന്ന സമയത്താണ് ഈ മഹാൻ്റെ അടുത്തേക്ക് സമരം ചെയ്യാൻ വന്നില്ല ചില ആളുകൾ. ആ മഹാൻ ചെയ്തെന്താ, റോട്ടിലിറങ്ങിയിട്ട് ഒരു വരാണ്ട് വരച്ചിട്ടുണ്ട്, പോലും ഇങ്ങോട്ട് വരില്ല കേട്ടോ. ആർക്കാ പറയാൻ പറ്റുക? ആർക്കാ പറയാൻ പറ്റുക? وَجَعَلْنَا مِنْ بَيْنِ أَيْدِيهِمْ سَدًّا وَمِنْ خَلْفِهِمْ سَدًّا فَأَغْشَيْنَاهُمْ فَهُمْ لَا يُبْصِرُونَ. കൊല്ലാൻ വന്ന ശത്രുക്കൾക്ക് മുമ്പിലൂടെയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഓടിപ്പോകുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയില്ല. കാരണം എന്താ അറിയോ, കണ്ണിന് കാഴ്ച കൊടുക്കുന്ന ആൾ പഠിച്ച റബ്ബ. ആ റബ്ബ കുറച്ച് സമയം കാഴ്ച പിടിച്ചു വച്ചാൽ കാണാൻ പറ്റൂല. ആ റബ്ബിനോട് പറയാ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ ഒറ്റ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥന ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടു. അള്ളാഹു ഖുർആനിൽ പരിചയപ്പെടുത്തിയ അധിക പ്രവാചകന്മാരും കാര്യവും ചരിത്രവും പറഞ്ഞപ്പോൾ അള്ളാഹു തആല അവരുടെ പ്രാർത്ഥനകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം, റബ്ബനാ ളലംനാ അൻഫുസനാ, എല്ലാവരും ചൊല്ലി, റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ചെയ്തു പോയ തെറ്റുകൊണ്ട് വലിയ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ പ്രാർത്ഥനയിലൂടെ ആ സൗഭാഗ്യങ്ങൾ മുഴുവൻ തിരിച്ചു പിടിച്ചു. ആര്? മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ആ ദുആയാണ്, ആ പ്രാർത്ഥനയാണ് ഖുർആൻ എടുത്തു പറഞ്ഞത്. ആദം നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് വന്നുപോയ ഒരു അബദ്ധം കൊണ്ട് സ്വർഗം നഷ്ടപ്പെട്ടു പോയി. ആ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാനുള്ള അവകാശം റബ്ബിൻ്റെ അടുത്തുനിന്ന് ചോദിച്ചു വാങ്ങിയെടുത്തു പ്രാർത്ഥനയിലൂടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലേ, ഭയങ്കരമായി ശത്രുക്കളുടെ ശല്യം കൊണ്ട് പ്രയാസപ്പെട്ട ആളായിരുന്നു മഹാനായ നൂഹ് അലൈഹിസ്സലാം. നൂഹ് നബിയെ ശത്രുക്കൾ വല്ലാതെ പരിഹസിച്ചു, കളിയാക്കി, എടങ്ങാറാക്കി. നൂഹ് നബി അവസാനം ചെയ്തെന്താ? ഒരൊറ്റ പ്രാർത്ഥന, റബ്ബിലാ തദർ അലൽ അർളി അഹദം മിനൽ കാഫിരീന ദയ്യാറാ ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. ശത്രുക്കൾക്കെതിരെ സഹികെട്ടപ്പൊരൊറ്റ പ്രാർത്ഥന മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹു തആല ശത്രുക്കളിൽ നിന്ന് നൂഹ് നബി അലൈഹിസ്സലാമിനെ രക്ഷ കൊടുത്തു. ദുആ കൊണ്ട് ശത്രുശല്യങ്ങളിൽ നിന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. അതേപോലെ ദുആ കൊണ്ട് അല്ലേ, നമ്മളിത് ശത്രു ഉണ്ടെന്ന് തോന്നിയാൽ പോവും. അപ്പം മറ്റോ ചോദിക്കും, ഒരു പച്ച സാരി എടുത്ത ആളയിൽ വന്നില്ലേ എന്ന് തോന്നി. പല സ്ഥലത്തും കയറി പോവുക ചെയ്യാം. ഓടുന്നെവിടെയെന്ന് പോലും ചിന്തയില്ലാതെ കണ്ട പാണന്മാരെയും പറയന്മാരെയും ഒക്കെ സമീപിക്കുന്ന ആളുകൾ ഉണ്ട്. എന്തിനാ? ശത്രുശല്യത്തിനെതിരെ ഒരു ഹോമം ചെയ്യാൻ.
ശത്രുശല്യത്തിനെതിരെ ഒരു ഹോമം ചെയ്യാൻ, മാരണം ചെയ്യാൻ ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്. ശ്രദ്ധിക്കണേ, ഈമാനില്ലെന്ന് പുറത്തേക്ക് പോകും. പ്രാർത്ഥന, അതാണ് ഒരു മുസ്ലിമിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ആയുധം. പ്രാർത്ഥനയാണ്, ദുആയാണ്, ഈമാനാണ്, റബ്ബിൽ ബരമേൽപ്പിക്കല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞപ്പോൾ അല്ലാഹു തആല ശത്രുശല്യങ്ങളിൽ നിന്ന് നൂഹ് നബിയെ രക്ഷപ്പെടുത്തി. അതേപോലെ ഖുർആൻ പറഞ്ഞ മറ്റൊരു സംഭവം, അധികവും പെണ്ണുങ്ങളാണല്ലോ ഈ ശത്രുശല്യത്തിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പല ബോർഡ് വെച്ച സ്ഥലത്തും പോവുക. ആ ബോർഡ് വെച്ച സ്ഥലത്തൊക്കെ ഒന്ന് പോയി നോക്കും. ബോർഡ് വെച്ചാൽ എല്ലാ ബോർഡും അല്ല കേട്ടോ, നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ തിരിയാ എങ്ങനത്തെ ബോർഡാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ ശത്രുവിൻ്റെ വല്ലാത്ത ശല്യം കൊണ്ട് ബുദ്ധിമുട്ടി ഒരു പെണ്ണെന്താ ചെയ്തതെന്ന് ഖുർആൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന. ആരാണത്? വളറബല്ലാഹു മതലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ഇബ്നി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. മഹാനാ മഹദി ആസിയ ബീവി റളിയല്ലാഹു അൻഹ റബ്ബിനോട് ദുആയിരുന്നു. ഫിർഔന്റെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ, റബ്ബേ, ഫിർഔന്റെയും അവരുടെ കൂട്ടാളികളുടെയും ഈ അതിക്രമത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം എന്ന്. അപ്പോൾ അല്ലാഹു തആല ആസിയ ബീവിയെ മരിപ്പിച്ചു. അങ്ങനെ ചില ആൾക്കാർ പറയും, ഉസ്താദേ, ആ ക്യാൻസർ രോഗം സുഖമാണോ, വേദന മാറണം ദ്വാരുന്നിട്ട് പിന്നെ അവർ മരിച്ചുവല്ലോ. അതെ, അല്ലാഹു തആല വേദന മാറ്റിക്കൊടുത്തു, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ സുഖമാണ്. മനസ്സിലായില്ല? ചില ദുആകളുടെ ഉത്തരമാണ് ഇത്. അതൊന്നും മിണ്ടാത്തെ? ചില ദുആകളുടെ ഉത്തരമാണ് ഇത്. നമുക്ക് ഉറപ്പില്ലേ? മരണം ചില ദുആകളുടെ ഉത്തരമാണ്. ചില ആൾക്കാർ ദ്വാരക്കൽ എങ്ങനെ, ഉസ്താദെ, ഞാൻ ആ ഉസ്താദിൻ്റെ അടുത്ത് പോയി നിന്നിട്ടോ അല്ലാഹു തആല സുഖമാകട്ടെ എന്ന് ദ്വാരുന്നു, എന്നിട്ടോ പിറ്റേന്ന് ഉപരി മരിച്ചുപോയി. അത് അയാൾക്ക് ഉത്തരം കിട്ടിയില്ല എന്നല്ല, ഉത്തരം കിട്ടിയെന്നാണ്. അല്ലാഹു തആല പ്രയാസത്തിൽ നിന്ന് അയാളെ സുഖത്തിലേക്ക് കൊണ്ടുപോയി. വനജ്ജിനി മിൻ ഫിർഔന വഅമലി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ശത്രുശല്യത്തിൽ നിന്ന് അല്ലാഹു തആല രക്ഷ തരും. പ്രാർത്ഥന കൊണ്ട്, ദുആ കൊണ്ട് അല്ലാഹു രക്ഷ തരും. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം, ഒരുപാട് ആളുകളുണ്ട് ഇപ്പം, കുട്ടികളില്ലാത്ത ഒരുപാട് ആൾ. ഞാൻ ഓർക്കുന്നു, താഴെ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളൊരു പക്ഷേ ഈ സദസ്സിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്, ഇല്ലാതിരിക്കാനും സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഓൺലൈൻ വഴി പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കാനും സാധ്യതയുണ്ട്. 3 പെൺകുട്ടികളായിരുന്നു ഉസ്താദേ, എനിക്ക് 4ാമത്തെ ഒരു ആൺകുട്ടി ജനിച്ചിരുന്നു, അവൻ മരിച്ചുപോയി. ഇപ്പോൾ എൻ്റെ ഭാര്യ 2 മാസം ഗർഭിണിയാണ്, ഒരു ആൺകുഞ്ഞിന് വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞ ആ സഹോദരൻ ഒരു പക്ഷേ ഈ സദസ്സിലിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലാഹു തആല ആ സഹോദരൻ ആൺകുട്ടികൾ ഖൈറാണെങ്കിൽ ആൺകുട്ടികളെ കൊടുക്കട്ടെ. എന്നോട് ഈ 1.5 മാസം മുമ്പ് ഒരാൾ വന്ന് പറഞ്ഞ് ഏറ്റവും എന്നെ അതിശയിപ്പിച്ച സംഗതി എന്താ, കല്യാണം കഴിഞ്ഞ് 4 കൊല്ലം ആയിട്ടുള്ളൂ, കുട്ടികളായിട്ടില്ല. അപ്പോൾ ഡോക്ടറെ, കോഴിക്കോട്ടെ ഏതൊരു ഡോക്ടറെ കാണിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, നിങ്ങൾക്ക് കുട്ടികളാവാൻ സാധ്യതയില്ല, ഓൾക്ക് ഹോർമോണിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ടെസ്റ്റ് ട്യൂബ് ശിശുവാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവൻ ടെൻഷനായിട്ട് വന്നതാണ്. അപ്പോൾ വാപ്പ പറഞ്ഞു, ഞാൻ ഇപ്പോൾ സമ്മതിക്കണമെങ്കിൽ അയാൾ പറയണം. ഞാൻ പറയണമെന്ന് പറയാൻ കാരണം എന്താ പറയുക, ഞാനിട്ട് ബന്ധമുള്ളൊരു കുടുംബമായതുകൊണ്ടാണ്, എനിക്കതിൻ്റെ ആഴൊന്നും അറിയുന്നതുകൊണ്ടല്ല. മൂപ്പരിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ മൂപ്പർ ഈ കുട്ടീനോട് ചോദിച്ചു, മോനെ ഇത്ര കൊല്ലമായി കല്യാണം, ഞാൻ കഴിഞ്ഞ് 10-20 കൊല്ലമായിരുന്നു. അപ്പം എന്നോട് 4 കൊല്ലമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, 4 കൊല്ലമായിട്ട് എന്താ നീ ഇങ്ങനെ അസ്വസ്ഥനാണെന്ന് വെച്ചു. അതിനോട് ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഡോക്ടർ പറയാമെന്ന് വെച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഹോർമോണിൻ്റെ പ്രശ്നം ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഹോർമോണിൻ്റെ പ്രശ്നം എല്ലാ കാലത്തും ഉണ്ട് എന്നാണോ, എപ്പോൾ ഉണ്ട് എന്നാണോ പറഞ്ഞതെന്ന് വെച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇപ്പം അത് ഹോർമോണിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഈ ഹോർമോണിൻ്റെ പ്രശ്നം തീർക്കാൻ പഠിച്ചോനെ കഴിയുമല്ലോ എന്ന് ചോദിച്ചു. അല്ല, കയ്യുന്നാലും എന്ന് പറഞ്ഞു. കയ്യുന്നാലും എന്ത് കയ്യുന്നാലും? ആദ്യം നമ്മൾ വിശ്വാസം റെഡിയാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ ഖുർആൻ മക്കളില്ലാത്ത 1-ലേറെ കുടുംബങ്ങളുടെ ദമ്പതികളുടെ സംഭവം അള്ളാഹുവിൻ്റെ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1 ഇബ്രാഹിം നബി അലൈഹിസ്സലാം, 2 മഹാനായ സക്കരിയ അലൈഹിസ്സലാം, അതേപോലെ ഇമ്രാൻ അലൈഹിസ്സലാം. ഈ കുടുംബത്തിൻ്റെ ഒക്കെ മക്കളില്ലാത്ത സംഭവം ഖുർആൻ എടുത്തു പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞെന്തറിയോ, ഓൽക്കൊക്കെ ഞാൻ മക്കളെ കൊടുത്തതുപോലെ ദുആക്ക് ഉത്തരം കൊടുത്തിട്ടെന്നാണ്. അവരുടെ ദുആക്ക് ഞാൻ ഉത്തരം കൊടുത്തിട്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ. ഇതാ, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല.
മഹാനായ സക്കരിയ അലൈഹിസ്സലാം ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. മഹാനായ സക്കരിയ അലൈഹിസ്സലാം മക്കളുണ്ടായിരുന്നില്ല. സക്കരിയ നബി ദുആയിരുന്നു റബ്ബിനോട്, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, പടച്ചോനെ എനിക്ക് നീ നല്ല മക്കളെ തരണം, സ്വാലിഹായ മക്കളെ തരണമെന്ന്. ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബി അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹി വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സാലിഹീൻ. നീ കേൾക്കണേ. ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ ഖാല കദാലിക അല്ലാഹു യഫ്അലു മാ യശാ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാം കുറേ കാലം ദ്വാരന്ന് പടച്ചോനെ കുട്ടികളെ തരണേ. അവസാനം മലക്കുകൾ വന്ന് സന്തോഷ വാർത്ത അറിയിച്ചു, നിങ്ങൾക്ക് ഇതാ കുട്ടി ഉണ്ടാകാൻ പോവാണ്. അപ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാം ചോദിക്കുക, ഖാല റബ്ബി അന്നാ യകൂനു ലീ ഗുലാമുൻ, പടച്ചോനെ എനിക്ക് എങ്ങനെ കുട്ടി ഉണ്ടാനാ? വഖദ് ബലഗനിയൽ കിബർ, ഞാൻ വയസ്സനായില്ലേ, ഇഞ്ഞക്ക് അങ്ങനെ കുട്ടി ഉണ്ടാവും. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ 62 വയസ്സായ ഉസ്താദ്, ഇഞ്ഞിക്ക് കുട്ടിയതൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ അതിന് ദ്വാരക്കും ചെയ്യണ്ട, ഇഞ്ഞിക്ക് ഈമാൻ കിട്ടി മരിക്കാൻ ദ്വാരന്നാ മതി. വഖദ് ബലഗനിയൽ കിബറു വംറഅതി ആഖിർ, മാത്രമല്ല എൻ്റെ ഭാര്യ മച്ചിയാണ് എന്നെല്ലാവരും പറയുന്നുണ്ട്. എൻ്റെ ഭാര്യക്ക് കുട്ടികളുണ്ടാവില്ലടോ. ആരത് പറയാൻ? അല്ലാഹു തആല അപ്പ പറയാൻ. എന്താ റബ്ബ് പറഞ്ഞത്? ഖാല കദാലികല്ലാഹു യഫ്അലു മാ യശാ, ഇങ്ങനെയാണ് അല്ലാഹു തആല കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാഹുവിനെ കാര്യങ്ങൾ ചെയ്യാൻ കാര്യകാരണ ബന്ധങ്ങളൊന്നും വേണ്ടതില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ബോധ്യപ്പെടുത്തുകയാണ്. മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം അതിനു വേണ്ടി ദുആ ചെയ്ത ഏറ്റവും നല്ലൊരു സമയം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. കാഫ് ഹായ ഐൻ സാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. സക്കരിയ നബി അലൈഹിസ്സലാം നിദാഅൻ ഖഫിയ, അർദ്ധരാത്രിയിൽ എഴുന്നേറ്റിരുന്ന് ദുആ ചെയ്തു എന്ന് ഖുർആൻ. നേരത്തെ മഹാനായ ബഹാഉദ്ദീൻ ഉസ്താദ് പറഞ്ഞ ദുആക്ക് ഏറ്റവും ഉത്തരം കിട്ടുന്ന സമയം പറഞ്ഞ സമയത്ത് പറഞ്ഞു, രാത്രിയുടെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയങ്ങൾ, അവസാനയാമങ്ങൾ, ഇതൊക്കെ ദുആക്ക് ഉത്തരത്തിനേറെ സാധ്യതയുള്ള സമയമാണ്. നിദാഅൻ ഖഫിയ, മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം നിദാഅൻ ഖഫിയ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റിരുന്ന് ദുആയിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാം. അപ്പം ഞാൻ സക്കരിയ നബിക്ക് കുട്ടിനെ കൊടുത്തു എന്ന് ഖുർആൻ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പതിറ്റാണ്ടുകൾ നീണ്ട ദുആയാണ് ഒരേ കാര്യത്തിന് വേണ്ടി. അപ്പം റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, ഞാൻ കൊടുത്തു ഇബ്രാഹിം നബിക്ക് കുട്ടികളെ. അതേപോലെ മഹദി ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ മക്കളുണ്ടായിരുന്നില്ല, ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുത്തത് പറഞ്ഞിടത്തൊക്കെ അല്ല പറഞ്ഞത് ദുആക്ക് ഞാൻ ഉത്തരം കൊടുത്തു എന്നാണ്. ദുആ കൊണ്ട് പരിഹരിക്കപ്പെടാത്ത വിഷയമല്ല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലേ, മക്കത്തേക്ക് നമ്മളൊക്കെ അല്ലാഹു തആല ക്ഷണിച്ചിട്ടില്ലേ? അല്ലേ പോണ്ടേ? പോണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പം അല്ലാഹു തആല മക്കയിലേക്കും മദീനയിലേക്കുമുള്ള കവാടങ്ങളൊക്കെ റബ്ബ് അടച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ ആരെങ്കിലും വിചാരിച്ചത് അങ്ങനെ ഒരു അവസരം ഉണ്ടാവും? 1.5 കൊല്ലമായിട്ട് ഒരൊറ്റ കുട്ടിയും അങ്ങോട്ട് വരണ്ട എന്ന് അല്ലാഹു തആല കവാടങ്ങൾ കൊട്ടിയടച്ചിരിക്കുകയാണ്. നീ ഞങ്ങൾക്ക് മുമ്പിൽ മലർക്കെ തുറന്നു തരണമേ റബ്ബേ. ഇതൊക്കെ കാണുമ്പോൾ ചില ആൾക്കാർ നിങ്ങൾ അല്ല എവിടെ പോയടോ, അങ്ങനെ അല്ല ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പേപ്പിക്കാൻ നടക്കുക. എന്നാ വിശ്വാസികൾക്ക് പേക്കൂല. എന്തുകൊണ്ടറിയോ? അല്ലാഹു തആലാന്റെ പരീക്ഷണ. മുത്തുനബിനെ അല്ല പരീക്ഷിച്ചിട്ടുണ്ട് അല്ലേ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിൻ്റെ ഹബീബ് പലായനം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. വർഷങ്ങൾക്ക് ശേഷം ഒരു ഉംറ ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് വരികയാണ്. ശത്രുക്കൾ തടഞ്ഞിട്ട് പറഞ്ഞു, പറ്റൂല, തിരിച്ചു പോകണം. അല്ലാഹു തആല എന്തിനാ പുണ്യനബിയിലൂടെ ഇതൊക്കെ കാണിച്ചു തന്നത്? ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കാനാണ്. റഹമുറാഹിമീനായ റബ്ബേ, ഹജ്ജ് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പരിശുദ്ധമായ മക്കയിൽ ഞങ്ങൾ നീ എത്തിച്ചു തരണേ റബ്ബേ. എന്തിനാ മക്കത്തേക്ക് അല്ലാഹു തആല നമ്മളെ ക്ഷണിച്ച്? ഇന്ത്യ ആരുടേതാ? നിങ്ങൾ മിണ്ടില്ലേ? ഇന്ത്യ ആരുടേതാ? മോഡിൻ്റെതോ?
നിങ്ങളിപ്പോൾ ഈ വാക്സിനേഷൻ പേപ്പറിൽ മൂപ്പരെ ഫോട്ടോ കാണുന്നുണ്ടെന്ന് എഴുതിയിട്ട് ഞങ്ങൾ ഇന്ത്യ മൂടിൻ്റെ എന്ന് പറഞ്ഞേ. ഇന്ത്യ ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്. കേരള ആരുടേതാണ്? റബ്ബിൻ്റെതാണ്. ചുവന്ന കുന്ന് എന്ന് പറഞ്ഞൊരു മരം ഉണ്ട്, നിങ്ങൾക്കറിയോ? അറിയില്ലേ? ചുവന്ന കുന്ന് അറിയാത്ത കേരളക്കാരുണ്ടാവില്ലല്ലോ. വേറൊരു ചങ്ങായിനെ കൊണ്ടുപോയി കുഴിച്ചിട്ടില്ലേ? അത് അവിടെ എന്നാ പറഞ്ഞ ആര് അല്ലേ? ചുവന്ന കുന്ന്. ആ മല ആരുതാ? ആ മല ആരുതാ? അള്ളാഹുവിൻ്റെതാണ്. സഫ ആരുടേതാ? അള്ളാഹുവിൻ്റെതാ. മർവ ആരുടേതാ? റബ്ബിൻ്റെതാ. അപ്പം എൻ്റെ വ്യത്യാസം എൻ്റെ നാട്ടിലുണ്ട് മല. ആ മലയും മലയും തമ്മിൽ എന്താ വ്യത്യാസം? വ്യത്യാസമുണ്ട്. സഫ അള്ളാന്റെ ഭൂമിയിലെ മല തന്നെയാണ്, പക്ഷെ സഫ സാധാരണ മലയല്ലേ. മർവ അള്ളാഹുവിൻ്റെ ഭൂമിയിലെ മലയാണ്, പക്ഷെ സാധാരണ മലയല്ല. സാധാരണ മലയല്ല. മഖാമു ഇബ്രാഹിം കല്ലാണ്, പക്ഷെ സാധാരണ കല്ലല്ല. മഖാമു ഇബ്രാഹിം കല്ലാണ് അല്ലേ? കല്ലിനെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ മതാണിത്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ. എന്നാ തവാഫ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞ കല്ലിൻ്റെ മുമ്പിലാണ്. വത്തഖിദു മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ആയത്തായതുകൊണ്ടാണ് പലർക്കും അത് നിഷേധിക്കാൻ കഴിയാത്തത്. അത് വല്ല ഹദീസും ആണെങ്കിൽ സ്വഹീഹായ 90 ഹദീസും 60 ഹദീസും. എത്ര ദിവസത്തെ ഒളമണ ദിവസത്തെ തള്ളിയത്? ബുഖാരിയിലും ശരിയല്ല എന്ന് പറഞ്ഞ് 60 90 ഹദീസൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞു. വല്ല ഹദീസും ആയിരുന്നില്ലെങ്കിൽ ഓല ആ കൂട്ടത്തിൽ പെടുത്തിയിരുന്നത്. മഖാമു ഇബ്രാഹീമിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണമെന്ന്. 2 റക്അത്ത് തവാഫിന് ശേഷമുള്ള 2 റക്അത്ത്. മഖാമു ഇബ്രാഹിം കല്ല. എന്തിനാ അല്ലാഹു തആല മക്കയിലേക്ക് ചെല്ലാൻ പറഞ്ഞത്? അവിടെ നിന്ന് ഉൾക്കൊള്ളേണ്ട കുറേ കാര്യമുണ്ട്. അതിൽ ഒന്നെന്താ അറിയോ? ഞാൻ ഈ പറഞ്ഞില്ലേ, മഹാനായ കൈശേരി ഉസ്താദ് അവരുടെ കൂടെ കൂടിയാൽ കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? നമുക്ക് ആ മുജാലസത്ത് കൊണ്ട് കിട്ടേണ്ടത് ഈമാന. അതെന്നെ മക്കത്തും. എങ്ങനെ കിട്ടുന്നത്? അവിടെ ജീവിച്ചു പോയ മഹാന്മാർ അവർ ജീവിച്ച സാഹചര്യങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മനസ്സിലാക്കുക തന്നെ. അതിനാണ് കൊണ്ടുപോയി. സഫാ മർവ പർവ്വതങ്ങളിൽ കയറിയിറങ്ങണം അല്ലേ? ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ഫമൻ തതവ്വഅ ഖൈറാ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. സഫയിലും മർവയിലും കയറിയിറങ്ങണമെന്ന് അല്ലാഹു. എന്താ മലൻ്റെ പ്രത്യേകത അറിയോ? ഒരു പെണ്ണ് കയറിറങ്ങിയ മലയാണ്. ഏതാണ് ആ മല? ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ കയറിയിറങ്ങിയ മലയാണ്. അവിടെ കയറിയിറങ്ങാൻ എന്തിനറിയോ? നമ്മൾ ഹാജറയെപ്പോലെ ആകണേ എന്ന് പറയാനാ. ഈ കുന്നിന് മുകളിലേക്ക് നമ്മൾ വലിച്ചു വരുത്തിയിട്ട് എന്താ ഈ റൂസിൽ പറഞ്ഞറിയോ? നമ്മളൊക്കെ മഹാനായ കീശേരി ഉസ്താദിനെ പോലെ റബ്ബിനോട് ഏതു കാര്യവും ചോദിച്ചു വാങ്ങാൻ പറ്റാവുന്ന പാകത്തിലേക്ക് റബ്ബിനോട് അടുക്കണേ എന്ന് പറയാനാണ്. അതാ ഉറൂസിൻ്റെ ലക്ഷ്യം. അതിനാണ് ഉറൂസുകൾ, അതിനാണ് ഈ മഹാന്മാരുടെ സ്മരണകൾ. അതിനാ ഖുർആൻ എത്രയോ മഹാന്മാരെ കുറിച്ച് പറഞ്ഞില്ലേ? ഇതിൻ്റെയൊക്കെ ലക്ഷ്യം അതാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി എന്താ? ഏത് പ്രതിസന്ധി വന്നപ്പോഴും റബ്ബിനോട് ദുആ ചെയ്തു ഇബ്രാഹിം അലൈഹിസ്സലാം. മഹാനായ കീശേരി നമ്മളെ പഠിപ്പിച്ചെന്താ? അതന്നെ. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ പറയാം, പോയിക്കോളി മലയിൽ അവിടെ പോയി ദ്വാരന്നോളിന്ന് അല്ലേ? അവിടെ പോയി ദ്വാരന്നോളിന്ന്. അതിനൊരു സ്ഥലം കാണിച്ചു തന്നു. അവിടെ ഒരു സ്തൂപവും നാട്ടിയിട്ട് പറഞ്ഞു ഇവിടുന്ന് ദ്വാരന്നോളിന്ന്. എന്തിനാ? ആ മഹാൻ പല അത്ഭുതങ്ങളും കാണിച്ചത് നേരിട്ട് കണ്ടതാ. പടച്ച റബ്ബിനോട് ആ മഹാൻ ദ്വാരന്നിട്ടുണ്ടാവും. എന്ത്? പടച്ചോൻ എവിടെ വന്ന് ദ്വാരക്കണവർക്കൊക്കെ, അത് എന്നോട് ദ്വാരക്കണവർക്കൊക്കെ നീ അവരുടെ വിഷയങ്ങൾ പരിഹരിച്ചു കൊടുക്കണേ പറഞ്ഞിട്ടുണ്ടാവും. അപ്പാട് ഉത്തരം ഉണ്ടാവും. എന്നോട് എൻ്റെ സ്വന്തക്കാർ ആരിഫീങ്ങൾ ഔലിയാക്കളെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത് അവരെന്നോടൊരു കാര്യം ചോദിച്ചാൽ ഞാൻ അതവർക്ക് നൽകുക തന്നെ ചെയ്യും. നമ്മളെ പഠിപ്പിച്ചത് അതല്ലേ മഹാൻ? എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ പറയും മലമ്മ പൊയ്ക്കോളി ദ്വാരന്നോളി. അങ്ങനല്ലേ പറയാ? അങ്ങനല്ലേ കുഞ്ഞാപ്പാജി പറയല്? അങ്ങനല്ലേ പറയല്? മലമ്മ പൊയ്ക്കോളി ദ്വാരന്നോളി എന്നല്ലേ അല്ലേ? ഒളവണ്ണൂസ് മരമ്മ പൊയ്ക്കോളി ദ്വാരന്നോളി എന്ന് പറയും. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു പഠിപ്പിച്ചെന്താ അറിയോ? ദ്വാരന്നോളിന്ന്.
ഏറ്റവും വലിയ സന്ദേശം എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഞാൻ അവസാനിപ്പിക്കാൻ ഈ ഒരൊറ്റ സന്ദേശം ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്തുകൊണ്ടറിയും? ഒരുപാട് ആളുകളുടെ മനസ്സും നിങ്ങളുടേതല്ലേ, ഒരുപാട് ആളുകളുടെ മനസ്സും അസ്വസ്ഥമാണ്. ഇനി എന്ത്? ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞില്ലേ, ഉസ്താദേ ഉള്ള കച്ചവടമൊക്കെ പോയി. ഒരാൾ എന്നോട് പറഞ്ഞു ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയി. ബേജാറാവണ്ട. മക്കത്തുനിന്ന് മദീനത്തേക്ക് പോണ സമയത്ത് എല്ലിട്ടെറിഞ്ഞു പോയതാണ്. 0 ആയിട്ടാണ് അവർ മദീനയിലെത്തിയത്. അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ സ്വന്തം കാൽപാദം ഊന്നാൻ അള്ളാഹിൻ്റെ ഹബീബിൻ്റെ പേരിൽ ഒരു പിടി മണ്ണുണ്ടായിരുന്നില്ല. ഉള്ളതൊക്കെ മക്കത്ത് വിട്ടേച്ചു പോയതാണ്. ഇതൊരു പരീക്ഷണം. ഉറച്ചു നിൽക്കണവിടെ. റബ്ബിനോട് നന്നായി ദുആ ചെയ്യണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഖുർആനല്ല നമുക്ക് മാതൃകയുണ്ട്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഫലസ്തീനിൽ നല്ല സുഭിക്ഷമായ ജീവിതം. ഫലസ്തീനിൽ അവിടെ നിന്ന് പെട്ടെന്ന് ഓടിയിട്ട് മക്കത്തേക്ക് പോരാൻ പറഞ്ഞു. മക്കത്ത് വന്നപ്പോഴോ ഒന്നുമില്ല. ഫലസ്തീൻ നല്ല ബർക്കത്തുള്ള മണ്ണ, കണ്ട ആളുകളുണ്ടാവും അല്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. നല്ല ബർക്കത്തുള്ള സ്ഥലമാണ് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മുന്തിയ മുന്തിരി എവിടുത്തെ മുന്തിരിയാ? കാശ്മീരിൻ്റെ മുന്തിരി. നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ തന്നെയല്ലേ? ഫലസ്തീനിലെ മുന്തിരിയാണ്. ലോകത്തെ ഏറ്റവും നല്ല അത്തിപ്പഴം വളരെ നല്ല സാധനമാണ്. വത്തീനി വസ്സൈതൂനി വത്തൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ. അല്ലാഹു തആല ചില വസ്തുക്കളെ പിടിച്ചിട്ട് സത്യം ചെയ്ത അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ആ സത്യം ചെയ്ത വസ്തുക്കൾ നന്നായി ശ്രദ്ധിക്കണം എന്നാ. വത്തീൻ, തീനന അത്തിപ്പഴം. വസ്സൈതൂൻ, ജൈത്തൂൻ, ഒലീവ്, ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ട സാധനമാണ്. പക്ഷെ നമ്മളിതൊന്നും കഴിക്കില്ല. നമ്മൾ പിന്നെ എന്താ മറ്റേ പയം പൊരിച്ചത്, വത്തീനി വസ്സൈതൂനി, ഇതൊക്കെ നല്ലതാണ്. അപ്പോൾ ഏറ്റവും നല്ല അത്തിപ്പഴം ഫലസ്തീനിൽ കിട്ടുന്ന അത്തിപ്പഴം. വലിയ ബർക്കത്ത്, സുഭിക്ഷമായ ജീവിതം ഇരുന്നു അവിടെ. അവിടുന്ന് പെട്ടെന്ന് ജീവിതം പറിച്ചു നടപ്പെട്ടു മക്കയിൽ ചെന്ന് നോക്കുമ്പോൾ വരണ്ട ഭൂമിയാണ്, പാറക്കെട്ടുകൾക്കിടയിലാണ്, ഒരു തുള്ളി വെള്ളം പോലുമില്ല. കയ്യിലുള്ള ഈത്തപ്പഴവും വെള്ളവും ഹാജറ ബീവിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഹാജറ ബീവിനോട് പറഞ്ഞു ഞാൻ പോവാണ്. ഹാജറ ബീവിക്കറിയാം ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ഇവിടെ വിട്ടേച്ചു പോകൂല. ഒരാൾ പോലും ഇല്ല മക്കയിലെന്ന്. മക്ക എന്ന വിജനമാണ്, പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമാണ്. ഒരു പറവ പോലും മക്കയിലേക്ക് പറന്നു വരാറില്ല. ഞാനത് അതിശയോക്തി ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. ഒരു പറവ പോലും മക്കയിലേക്ക് പറന്നു വരില്ല എന്ന് പറഞ്ഞാൽ കാരണം പക്ഷികൾ സാധാരണ വരിക വെള്ളമുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ അന്നമുള്ള സ്ഥലത്താണ്. ഇത് രണ്ടും മക്കത്തില്ല. പാറക്കെട്ടുകൾ നിറഞ്ഞ മലക്കിടയിൽ ഒരു പുൽക്കൊടി പോലും മുളക്കൂല്ല മക്കയിൽ. ഇവിടെയാണ് ഹാജറ ബീവിയെ വിട്ടേച്ചു പോകുന്നത്. നിങ്ങൾ ആലോചിക്കണേ, സുഭിക്ഷമായ ജീവിതത്തിൽ നിന്ന് പറിച്ചു നടപ്പെടുന്നത് വരണ്ട ഭൂമിയിലേക്കാണ്. എന്താ ചെയ്ത്? ഇബ്രാഹിം നബിയോട് പറഞ്ഞു അല്ലാഹു നിങ്ങൾ പോയിക്കൊള്ളി എന്നാണ്. നിങ്ങൾ പോയി ഇബ്രാഹിം നബിയെ തിരിച്ച് ഫലസ്തീനിലേക്ക് തന്നെ. അവരോന്ന് വെച്ചു ഓലാടന്നോട്ടേറും. ഹാജറ ബീവിയും കുഞ്ഞുമോനും മുല കുടിക്കുന്ന കുട്ടിയാടന്നോട്ടെ. ആരുമില്ലാത്തൊരു സ്ഥലത്ത് അവിടെ വിട്ടേച്ചു പോകാൻ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താ ചെയ്ത്? അള്ളാന്റെ കൽപ്പനല്ലേ, കയ്യിലുള്ള ഈത്തപ്പഴം വെള്ളം കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ പോവാണ്. ഹാജറ ബീവി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിം നബിയെ എന്നെയും പൊന്നുമോനെയും മക്കത്ത് വിട്ടേച്ചു പോകാൻ അള്ളാഹുവാണോ നിങ്ങളോട് കൽപ്പിച്ചത്? ഇബ്രാഹിം നബിന്റെ മറുപടി അതെ. ആ സമയത്ത് ഹാജറ ബീവി പറഞ്ഞൊരു മറുപടിയുണ്ട്, എന്നാൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയ്യിലേക്ക് വെള്ളവും ഈത്തപ്പഴവും കൊടുത്തിട്ട് തിരിഞ്ഞു നടന്നു കുറച്ച് ദൂരം എത്തിയിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയ കഅബയുടെ അവശിഷ്ടങ്ങൾക്ക് നേരെ നോക്കിയിട്ടൊരൊറ്റ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാ. മഹാനായ
ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ ഖുർആൻ എടുത്തു പറയുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ദുആർക്ക പഠിച്ചോനെ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സറഇൻ, ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത ഈ താഴ്വരയിൽ ഞാൻ എൻ്റെ പൊന്നുമോനെയും ഭാര്യയും വിട്ടേച്ചു പോവുകയാണ്. റബ്ബന ലിയുഖീമുസ്സലാ, ഞാൻ എന്തിനാ അവരെ വിട്ടേച്ചു പോകുന്നത്? അവർ നിസ്കാരം നിലനിർത്താനാണ്. അതുകൊണ്ട് റബ്ബേ, അവർക്ക് ജീവിതം ദുസ്സഹമായി പോകും. കാരണം ഒരു പുൽക്കൊടി പോലും മുളക്കാത്ത സ്ഥലമാണിത്. റബ്ബനാ ലിയുഖീമുസ്സലാ ഫജ്അൽ അഫ്ഇദതം മിനന്നാസി തഹ്വീ ഇലൈഹിം. ഇബ്രാഹിം നബി ദുആ ചെയ്യണം എന്താ അറിയോ? പടച്ചോനെ, അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിനെ ഇവരിലേക്ക് അടുപ്പിച്ചു കൊടുക്കണം. ജനങ്ങൾ, ഒരാൾ പോലും വരാത്ത മക്കത്തേക്ക് ജനങ്ങൾ അടുപ്പിച്ചു കൊടുക്കണം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. ഇബ്രാഹിം നബി റബ്ബിനെ ഏൽപ്പിച്ചിട്ടാണ് പോയി. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനെയും ഏൽപ്പിച്ചിട്ട് ഇബ്രാഹിം നബി അങ്ങ് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോയി, കയ്യിലുള്ള വെള്ളം തീർന്നു. ചരിത്രം നമുക്കൊക്കെ അറിയാലോ. ഹാജറ ബീവി ഓടിക്കയറാണ് സഫായിയുടെ മുകളിലും മറുവായുടെ മുകളിലും. എന്തിനാ? സഫയുടെ മേലെ കയറിയിട്ട് മറുഭാഗത്തൂടെ ആരെങ്കിലും പോകേണ്ട ഒരു തുള്ളി വെള്ളം കിട്ടാൻ, കുട്ടിയുടെ ചുണ്ടൊന്ന് നനച്ചു കൊടുക്കാൻ. കരച്ചിൽ കേട്ടിട്ട് സഹിക്കാനും കഴിയുന്നില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആണെങ്കിലോ നാട് വിട്ടു പോയിരിക്കുകയാണ്. ഹാജറ ബീവി മനം നൊന്ത് കയറുകയാണ്. അപ്പോഴും ഹാജറ ബീവി എന്ത് ചോദിച്ചില്ല അറിയോ? പഠിച്ചോനെ, എങ്ങനൊക്കെ ആയിട്ടും നീ എന്നെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞില്ല. നമ്മൾ പറയെന്താ, ഞാൻ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിച്ചിട്ടും പഠിച്ചോനെ എനിക്ക് വന്ന വിധി ഇതാണല്ലോ. ഇപ്പം അടുത്തൊരാളിനോട് പറഞ്ഞു, ക്യാൻസർ വന്നൊരു പെണ്ണിനെ കുറിച്ച്. തലശ്ശേരിക്കടുത്ത് വടക്കുംപാടെന്ന് പറയുന്ന സ്ഥലത്ത് ക്യാൻസർ പിടിപെട്ടൊരു പെണ്ണിനെ കുറിച്ച് അയാളുടെ കുടുംബക്കാർ പറയുമ്പോൾ എന്നോട് പറയാം, ഉസ്താദേ ആ പെണ്ണിന് ഒരിക്കലും വരേണ്ടിയില്ലെന്നു. ഞാൻ ചോദിച്ചത് എന്താ? എന്നോട്, ഞാൻ പെണ്ണ് ഒരു കളവ് പറയാത്ത ആളാ, ഒരൊറ്റ തഹജ്ജുദ് ഒഴിവാക്കാത്ത ആളാ, ദുഹാ 8 റക്അത്ത് നിസ്കരിക്കണ പെണ്ണാ, എനിക്കറിയാം ഉസ്താദേ, ഒരു മാസത്തിൽ തന്നെ 4-5 ഖത്മ് തീർക്കുന്ന ആളാ. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണോ? എന്നാ ഓൽക്കാണ് വരാൻ സാധ്യത. എന്തുകൊണ്ടറിയോ? ഇന്ന അശദ്ദന്നാസി ബലാഅൻ അൽ-അംബിയാ, അള്ളാഹു കഠിനമായി പരീക്ഷിക്കുന്നത് പ്രവാചകന്മാരെയാണ്. ഫൽ അംസലു ഫൽ അംസൽ, പിന്നീട് അവരോട് അടുത്തവരെയാണ്. നമ്മുടെ ധാരണ നമ്മൾ തിരുത്തണം. അള്ളാഹു തആല ക്ഷമ പ്രദാനം ചെയ്യട്ടെ. അപ്പം ഞാൻ പറഞ്ഞതറിയാം, ഏത് പ്രതിസന്ധിയിലും ദുആ വലിയ ആയുധ. അതാണ് ഈ മഹാനും നമ്മളെ പഠിപ്പിച്ചത്. ഇതാ ഞാൻ എന്തിനാ ഇത് പറഞ്ഞത്? ഒറ്റ പോയിന്റിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരും. അതുകൊണ്ട് റബ്ബിനോട് നന്നായി ദ്വാരുന്നോളി. അള്ളാഹുവിനോട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ പ്രതിസന്ധി അള്ളാഹു പരീക്ഷിച്ച ദുആ മുഖേനയാണെന്ന്. ഹാജറ ബീവി 7 തവണ ഓടിക്കയറി. അതുകൊണ്ടാണ് നമ്മളോടും പറഞ്ഞു 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കയറാണ്. അപ്പോഴോ പെട്ടെന്ന് കുട്ടിയുടെ കരച്ചിൽ നിന്ന് പോയി നോക്കുമ്പോൾ കാലിട്ടിച്ചടിച്ച സ്ഥലത്ത് നിന്ന് വെള്ളം ഇങ്ങനെ ഉറവ് വരികയാണ്. കാലിട്ടിച്ചടിച്ച സ്ഥലത്ത് നിന്ന് പുണ്യനബി പറഞ്ഞെന്താ പറയുക വെള്ളത്തെക്കുറിച്ച്? അന്ന് ഹാജറ ബീവി വന്നിട്ട് ഈ വെള്ളം ഇങ്ങനെ ഉറവ് വന്നപ്പോൾ ചുറ്റുഭാഗത്തുള്ള മണലിങ്ങനെ കൂട്ടി വെച്ചിട്ട് വെള്ളത്തോട് പറഞ്ഞു, ജം അടങ്ങൂ അടങ്ങൂന്ന്. അതതിൻ്റെ അർത്ഥം, ജം ജം അടങ്ങൂ അടങ്ങൂ. പുണ്യനബി പറയാം, അന്ന് ഹാജർ അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സംസം ഇന്ന് മക്കയുടെ ഹൃദയഭാഗത്തുകൂടെ ഒഴുകിപ്പോകുന്ന ഒരു പുഴയായി പരിണമിക്കുമായിരുന്നു. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ഒരിറ്റു വെള്ളം പോലും കിട്ടാത്ത മരുഭൂമിയിൽ അള്ളാഹു വെള്ളം കൊടുത്തു, വറ്റാത്ത വെള്ളം. വലിയ അത്ഭുത. മരുഭൂമിയിലിടെ മറ്റേ കുഞ്ഞാപ്പൊക്കെ പെടല്ലേ, എത്ര വട്ടാ മക്കത്ത് മായ പെയ്യല്? എത്ര മാസം? എപ്പോഴെങ്കിലുമൊക്കെ. അത് മയൊന്നും ഇങ്ങനെ കുടഞ്ഞിട്ട് പോലെ. 6 മാസം മഴ നമ്മളെ കിണറിൽ മാർച്ചായ നമ്മളിങ്ങനെ പോയി നോക്കും, മോട്ടറിൽ കയറൂലേ എന്ന്. 6 മാസം മഴ. കൊല്ലത്തിൽ 1, 2, 3 മഴ പെയ്യുന്ന മക്കയിൽ ഈ വെള്ളം വറ്റിയ ചരിത്രമില്ല. ഈ വെള്ളം ഒരിക്കൽ ഈ കിണർ മൂടിപ്പോയൊരു സംഭവമൊക്കെ പറയുന്നുണ്ട് ചരിത്രത്തിൽ, മനസ്സിലായില്ല? അപ്പോൾ മൂടിപ്പോയിട്ടുള്ളൂ, എന്തായിട്ടില്ല? വെള്ളം വറ്റിപ്പോയിട്ടില്ല. അത്ഭുതമാണ്. കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഓരോ ദിവസവും എടുത്തു പോകുന്നത് ഇതുവരെ വറ്റിയിട്ടില്ല. അല്ലാഹു കാണിച്ചു തന്ന ഏറ്റവും വലിയ അത്ഭുതം, ഈ അത്ഭുതം ഉണ്ടായത് എന്താ അറിയോ? മഹാനായ ഇബ്രാഹിം നബിൻ്റെ ദുആ, പടച്ചോനെ ജനങ്ങളുടെ ഖൽബ് നീ അവരിലേക്ക് അടുപ്പിക്കണം. അള്ളാഹു ഉത്തരം കൊടുക്കണം. എങ്ങനെയാണെന്ന് അറിയുങ്ങൾ? ഈ വെള്ളം ഉണ്ടായപ്പോൾ ഹാജറാബിക്ക് സമാധാനമായി, വെള്ളം കിട്ടിയല്ലോ. ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. ഈ വെള്ളം ഉണ്ടായാലും ഭക്ഷണം വേണമെന്നില്ല, ഭക്ഷണത്തിനും പകരം തന്നെ വെള്ളത്തിനും പകരം തന്നെ മതി. ആ വെള്ളം വലിയ പഠനം നടന്നതാണ്. ഞാനതൊന്നും നിൻ്റെ വിഷയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഏതായാലും ശരി, വെള്ളം ഉണ്ടായി, ഹാജറാബിക്ക് ആശ്വാസമായി. വെള്ളം ഉണ്ടായപ്പോൾ അവിടെ പക്ഷികൾ വന്നു. അങ്ങനെ ഞാനൊരിക്കൽ ലക്ഷദ്വീപ് പോയപ്പോൾ എന്നോട് കപ്പലിലുള്ള ഒരാൾ ചോദിച്ചു,
ഞാൻ ഓലും ഉപരോട് ചോദിച്ചു, ഇവർ ഈ പിന്നെ ചൂണ്ട എറിയാൻ വേണ്ടി എന്നോട് ചോദിച്ചു മീൻ പിടിക്കണത് കാണണമെന്ന് ചോദിച്ചു കപ്പലിന്. അപ്പോൾ ഞാൻ മീൻ പിടിക്കാൻ കഴിച്ചോന്നാണ്, ചൂണ്ട എറിയുന്നതാണ്. അപ്പം നമ്മൾ ചൂണ്ട എറിയില്ലെന്ന് ചോദിച്ചു. അപ്പം എന്നോട് പറഞ്ഞു ഇപ്പോൾ എറിഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ഒന്നും മീൻ ഉണ്ടാവില്ല. അപ്പം ഞാൻ ചോദിച്ചു ഇവിടെ മീൻ ഉണ്ടാവില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പം എങ്ങനെ അത് മനസ്സിലാവുമെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു മീനുള്ള സ്ഥലമാണ് പക്ഷി ഉണ്ടാവുന്നത്. അപ്പം പക്ഷികളുള്ള സ്ഥലം നോക്കിയിട്ട് അവർ ചൂണ്ട എറിയല്ലേ വല എറിയ. മരുഭൂമിയിലും അങ്ങനെ പക്ഷികളെ കണ്ടാൽ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആൾ, ഇന്നല്ല ഇപ്പോൾ ഈ പെട്രോൾ പമ്പ് സാധനമൊക്കെ വന്നത്, പണ്ടൊന്നുമില്ലല്ലോ. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ വെള്ളം എവിടെയുള്ള നോക്കൽ പക്ഷികളിലൂടെ പറക്കണമെന്ന് നോക്കുക. ജുർഹും ഗോത്രത്തിൽപ്പെട്ട ആളുകൾ മക്കയുടെ പരിസരത്തുകൂടെ, മക്കത്തൂടെ ആരും പോകാറില്ല, പരിസരത്തൂടെ പോകുമ്പോൾ മക്കയുടെ മുകളിൽ പക്ഷികളെ കണ്ടു. പക്ഷികളെ കണ്ടപ്പോൾ ഈ ജുർഹും ഗോത്രക്കാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, മക്കയുടെ ഭാഗത്ത് പക്ഷികളെ കാണുന്നുണ്ടുള്ള വെള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ആൾ പറഞ്ഞു, എങ്ങനെ വെള്ളം ഉണ്ടാവാനാ, മക്ക മുഴുവൻ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലമല്ലേ. അവർ പരസ്പരം പറഞ്ഞൊന്ന് പോയി നോക്കാം. അങ്ങനെ അവർ വന്ന് മലയുടെ മക്കയിലെ കുന്നുകളിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ നല്ല ഉറവ, നല്ല ജലം. ഉടനെ അവർ കയ്യിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വന്ന് വെള്ളം കോരാൻ വന്നപ്പോൾ ഒരു പെണ്ണ് ഓടി വന്നിട്ട് പറഞ്ഞു, വെള്ളം എടുക്കല്ലേ, വെള്ളം എൻ്റെതാണ്, എൻ്റെ സമ്മതമല്ലേ, അത് എടുക്കാൻ പാടില്ല. ആ പോലെ ചോദിച്ചു, വെള്ളം എടുത്തോട്ടെ. ആ വെള്ളം എടുത്തോളി, നിങ്ങൾ എന്താ എനിക്ക് തരാമെന്ന് ചോദിച്ചു. ഹാജറാവിക്ക് എന്താ ആവശ്യം? നിങ്ങൾ മുണ്ടില്ല. ഹാജറാവിക്ക് എന്താ ആവശ്യം? ഭക്ഷണമാണ് ആവശ്യം അല്ലേ? ഹാജറാവിക്ക് ഭക്ഷണം ആവശ്യം. ഞമ്മക്കൊക്കെ ആവശ്യം ഈ സക്കറാത്തിൽ കിടക്കുകയാണെങ്കിലും അങ്ങനെയുള്ളൂ. പണ്ട് രോഗിയായിട്ട് അവശനായി കിടക്കുന്ന ഒരു വാപ്പാൻ്റെ അടുത്ത് പള്ളിയിലെ ഉസ്താമാർ ഇങ്ങനെ വരികയാണ്. ഉസ്താദ് ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഇയാളിങ്ങനെ ഈ കുറേ മരിക്കാനൊക്കെ ഇയാൾക്ക് തന്നെ ഉറപ്പായി, ഏകദേശം ഞാൻ മരിക്കാനൊക്കെ ആയി തോന്നിയപ്പോൾ ഇയാളിങ്ങനെ പറയുന്നു, മക്കളോടൊക്കെ പറയും, മോനെ ഇബ്രാഹിം ഹാജിക്ക് ഞാനൊരു 5 ലക്ഷം രൂപ കൊടുക്കാണ്ട്, മരക്കാരാജി പറയുന്ന പേരൊന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ, ഉദാഹരണം മരക്കാരാജിക്ക് ഞാനൊരു 3 ലക്ഷം കൊടുക്കാണ്ട്, പിന്നെ ആടാ ഇമ്പിച്ചേലേക്കാൻ്റെ അടുത്ത് നിന്ന് 2.5 ലക്ഷം കൂടെ കിട്ടാണ്ട്, ഇതൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മക്കൾ ഇത് പള്ളിയിലെ ഉസ്താമാർ വന്നതാണല്ലോ. പള്ളിയിലെ ഉസ്താമാർ ഇങ്ങനെ വന്നപ്പോഴും ഇയാൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ ഇബ്രാഹിം ഹാജിക്ക് അങ്ങനെ കൊടുക്കാണ്ട്, മദ്രസക്ക് ഇങ്ങനെ കൊടുക്കാണ്ട്, മറ്റൊരുത്തങ്ങ് കിട്ടാണ്ടെന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ഉസ്താദേ ഇപ്പാക്ക് അങ്ങനെ ചില സമയത്ത് ഭയങ്കര ഓർമ്മക്കുറവാണ്. അപ്പോൾ ഈ ഓർമ്മക്കുറവാന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഈ കൊടുക്കാണ്ട് എന്ന് പറയുമ്പോഴാണ്. കിട്ടാണ്ടെന്ന് വാപ്പ പറയുമ്പോൾ ചിലപ്പോൾ മക്കൾ പറഞ്ഞു ഉസ്താദിനോട്, ഉസ്താദേ അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ഓർമ്മയാണ്. അപ്പോൾ അവിടെ നിന്ന് 2 അങ്ങോട്ട് കിട്ടാണ്ട് എന്ന് പറഞ്ഞ ഓർമ്മയും കൊടുക്കാണ്ടെന്ന് പറഞ്ഞ് ഓർമ്മ, അത് ശല്യമായിട്ടാണ് മക്കൾ കൂട്ടണത്. ഹാജറ ബീവി റളിയല്ലാഹു അൻഹ, ഹാജറ ബീവിക്ക് വെള്ളം ഉണ്ട്, ഇനി ഭക്ഷണം വേണ്ടി. അപ്പോൾ ഓല് പറഞ്ഞു, എന്താ വേണ്ടി വെച്ചു, നിങ്ങൾ വല്ലതും കഴിക്കാൻ തരുമോ എന്ന് വെച്ചു. അപ്പോൾ ഭക്ഷണം കൊടുത്തു. അങ്ങനെ അല്ലാഹു തആല പിന്നെ ആ ഭാഗത്തുകൂടെ ഈ യാത്രാ സംഘം മുഖേന എല്ലാ കച്ചവട സംഘങ്ങൾക്കും വിവരമെത്തി മക്കത്ത് വെള്ളമുണ്ട്. പിന്നെ അതിലെ പോണ മുഴുവൻ ആളുകളും വെള്ളം ശേഖരിക്കാൻ മക്കത്ത് വരും. അങ്ങനെ എല്ലാ നാട്ടിലും പഴം അല്ലാഹു തആല ഹാജറ ബീവിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രാർത്ഥന, ഫജഅൽ അഫ്ഇദതം മിനന്നാസി, കണ്ടോ, ഫജഅൽ അഫ്ഇദതം മിനന്നാസി തഹ്വി ഇലൈഹിം, പടച്ചോനെ എല്ലാവരുടെയും കൽബ് നീ അവരിലേക്ക് അടുപ്പിച്ചു കൊടുക്കണേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം. നമ്മൾ ഡോക്ടറുടെ വാതിലിൻ്റെ മുമ്പിലല്ലേ 1-ാം നമ്പർ ടോക്കൺ കിട്ടാൻ രാവിലെ 4 മണിക്ക് നീച്ചു പോകണമെന്ന് പറഞ്ഞാലും നമ്മൾ ഡോക്ടറെ നേരത്തെ 3 മണിക്ക് നീച്ചു പോയിട്ട് 4 മണിക്ക് ഡോക്ടറുടെ ഡോറിൻ്റെ മുമ്പിൽ പോയി നിൽക്കും. എന്നാൽ രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് ഒരിക്കൽ പോലും നമ്മുടെ റബ്ബിനോട് നമ്മളെ കാര്യം പറഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ഉത്തരം കിട്ടില്ല എന്ന് പറഞ്ഞ് അറിയൂ. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകട്ടെ. അതാണ് ഈ മഹാനും നമ്മളെ പഠിപ്പിച്ചത്. ഖുർആൻ എടുത്തു പറഞ്ഞ ഒരുപാട് മഹാന്മാരുടെ സംഭവങ്ങൾ പറയേണ്ട സമയം അതിക്രമിക്കുന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എന്തുകൊണ്ടറിയോ, എൻ്റെ അമ്മ ബേജാറുണ്ടാവും എന്ന് കരുതിയിട്ടാണ്. ഉമ്മാനെ ബേജാറാക്കാൻ പാടില്ല എന്നുമാണ് ഈ മഹാന്മാർ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. ഒന്നതാണ്, ഉമ്മാരെ ബേജാറാക്കാൻ പാടില്ല എന്നാണ് അല്ലേ. പുണ്യനബിൻ്റെ അടുത്തൊരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയേ ഞാൻ യമനിൽ വരികയെന്നോ, ഞാൻ യമനിൽ നിന്ന് വരികയാണ്. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്തിനാ വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഹബീബായ നബിയേ, ഞാൻ യമനിൽ നിന്ന് വന്ന അങ്ങയുടെ കൂടെ യുദ്ധം ചെയ്തിട്ട് യുദ്ധത്തിൽ ഷഹീദായി സ്വർഗത്ത് പോകാൻ വന്നതാണ്. അപ്പോൾ ചോദിച്ചു, വാപ്പനോടും ഉമ്മരോടും സമ്മതം ചോദിച്ചോന്ന് ചോദിച്ചു. ഓല അറിയോന്ന് ചോദിച്ചു. ആ ഓല അറിയും. ഓല് സമ്മതിച്ചെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ വരുമ്പോൾ അവരെ കരയുകയാണ്. ഉടനെ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞപ്പോൾ തിരിച്ചു പോ യമനിലേക്ക്, നിങ്ങളിവിടെ നിൽക്കണ്ട, മദീനത്ത് തിരിച്ചു പോ. വാപ്പയും ഉമ്മയും നിങ്ങൾ ചിരിപ്പിക്കുക എങ്ങനെയാണോ നിങ്ങളവരെ കരയിപ്പിച്ചത്, അതേപോലെ അതും ഈ മഹാന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മൾ ചെയ്യേണ്ടത് ദുആ മാത്രമാണ് നമുക്ക് മോചനത്തിൻ്റെ വഴി. അതുകൊണ്ട് അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് എടുക്കുക. നന്നായി എടുത്തോളൂ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഇമാം തുർമിദി അടക്കമുള്ള മഹാന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദഅവതി ദുന്നൂൻ, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഇദ്ദഅ വഹുവ ഫീ ബത്നിൽ ഹൂത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന, ഫഇന്നഹു ലം യദ്ഉ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ ലഹു. ഏതൊരു കാര്യം ഒരാൾ ഉദ്ദേശിച്ചിട്ട് ഈ ദുആ ഈ ദിക്റ് ചൊല്ലി ഒരാൾ ദ്വാരന അല്ലാഹു തആല അവന്റെ ദുആക്ക് ഉത്തരം കൊടുക്കുന്ന നബിയുനാ മുഹമ്മദ് മുസ്തഫ ഫീ ഷൈഇൻ ഖത്തു. ഈ ഗർഭിണിയുള്ള സ്ത്രീ പെണ്ണുങ്ങളൊക്കെ അല്ലേ, ഡോക്ടർമാർ ഭയങ്കര പ്രയാസം പറഞ്ഞ പെണ്ണുങ്ങളൊക്കെ നിരന്തരം ഇതാണ് ചൊല്ലുക. ചില ആളുകൾക്ക് എന്താ പറയുക, ഇന്ന് ചൊല്ലിയ നാളെ നടക്കണം എന്നാണ്, അതാ പ്രശ്നം. അത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിന്ന് 40 ദിവസം കരഞ്ഞു കരഞ്ഞു നിരന്തരം ചൊല്ലിയിട്ടാണ് അല്ലാഹു തആല മോചനം കൊടുക്കുന്നത്. ഇത് സുബൈ പോലും ശരിക്കും നിസ്കരിക്കാത്ത നമ്മൾ ഇന്നടി ചൊല്ലിയ നാളെ കിട്ടണമെന്ന് വിചാരിച്ച് നടക്കുമോ? ചൊല്ലി അല്ലാഹുവിൻ്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ ഗർഭിണികളൊക്കെ ഗർഭകാലഘട്ടത്തിൽ ഇത് നന്നായി ചൊല്ലിയിട്ട് ദ്വാരുന്ന ഒരൊറ്റ പ്രസവം കത്തി വെക്കേണ്ടി വരില്ല. ആരാ പറഞ്ഞതെന്നറിയോ? ആരാ? നിങ്ങൾ മുണ്ടില്ല. ഞാനാ. ഇനി നാളെ എൻ്റെ അടുത്ത് ആരും വരണ്ടേ, എനിക്ക് ചികിത്സയില്ല, ഒരെഴുത്തുമില്ല, പിഞ്ഞാണെഴുത്തുമില്ല, ഒന്നുമില്ല, എനിക്കൊന്നും അറിയില്ല, ഞാൻ റസൂലുള്ളാഹിന്റെ ഹദീസിൽ പറഞ്ഞതാ. മുന്നേ നബി മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഷൈഇൻ ഖത്തു. ഉലമന്റെ ഉസ്താദർക്ക് ഒരുപാട് ആലിമീങ്ങളുടെ ഉസ്താദന്മാരൊക്കെ ഉണ്ട്, പലരും പേരും അറിയില്ല, ചോദിച്ചു നോക്കിയാണ്. ഫീ ഷൈഇൻ ഖത്തു, അതിന് പെടാത്തൊരു സംഗതിയില്ല. ഏതു കാര്യത്തിൽ ഒരാൾ ഉദ്ദേശിച്ച് ഈ ദിക്റ് ചൊല്ലി ദ്വാരനാലും ഇല്ലസ്തജാബ ലഹു, അല്ലാഹു തആല അവന്റെ ദുആക്ക് ഉത്തരം കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അല്ലേ, നമ്മളിപ്പോൾ കൊറോണ കൊണ്ട് കുടുങ്ങി കിടക്കുക. യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങിപ്പോയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാതായതാണ്. നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്ത് കുടുങ്ങിയത് കൊറോണയാണ്. എല്ലാ സ്ഥലത്തോട് അങ്ങോട്ട് പോകാൻ വയ്യ, അങ്ങോട്ട് പോകാൻ വയ്യ. ഇപ്പം ആണെങ്കിലോ നിപ്പുണ്ടോ ഇല്ലേ ആ ബേജാറിലാണ്. അപ്പോൾ നമ്മളൊക്കെ വീട്ടിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയത് കൊറോണ കൊണ്ടാണ്. യൂനുസ് നബി അലൈഹി സ്വലാം മത്സ്യത്തിൻ്റെ വയറ്റിൻ്റെ അകത്ത് കുടുങ്ങി പോയതുകൊണ്ടാണ് പുറത്തു പോകാൻ പറ്റാതായി. നമ്മൾ പുറത്തു വരാൻ പറ്റാതായത് ഇതുകൊണ്ടാണ്. മോചനം ഉണ്ടാവും. എല്ലാവരും ചൊല്ലണം, ചൊല്ലിയിട്ട് നന്നായി ദ്വാരക്കണം. ഇല്ലസ്തജാബ ലഹു, അല്ലാഹു തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് നബിയുന, അല്ലാഹു ഉത്തരം നൽകുക തന്നെ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻ ഉദ്ധരിക്കുന്ന സംഭവം, അന്നഹു ഖാല സമിഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലൻ വഹുവ യഖൂൽ യാ ദൽ ജലാലി വൽ ഇക്റാം. പുണ്യനബി ഒരിക്കൽ അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ യാദൽ ജലാലി വല്ലിക്റാം, യാദൽ ജലാലി വല്ലിക്റാം, യാദൽ ജലാലി വല്ലിക്റാം ഇതിങ്ങനെ ചൊല്ലുണ്ട്. കേട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഖാല ഖദ് ഉസ്തുജീബ ലക്, നിങ്ങളുടെ ദുആക്ക് ഇപ്പോൾ ഉത്തരമുണ്ട്, ഫസൽ, അതുകൊണ്ട് എന്താ വേണ്ടേ ചോദിച്ചോളൂ. അപ്പോൾ യാദൽ ജലാലി വല്ലിക്റാം ചൊല്ലി ദ്വാരന ഉത്തരം ഉണ്ടാവുന്ന മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം എന്ത് വേണമെന്നറിയോ? യഖീൻ വേണം. ഖൽബിൽ നന്നായി ദൃഢമായ വിശ്വാസമുണ്ടാകണം. അല്ലാഹു തആല ഉത്തരം തരും. യാദൽ ജലാലി വൽ ഇക്റാം. ആരോ എന്നോട് പറഞ്ഞു ഈമാൻ സലാമത്തായി ആഖിബത്ത് നന്നാവാൻ ദ്വാരക്കണേ. അതന്നെ യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം. ആ ഹദ്ദാദിൽ ആ ദിക്റ് സ്ഥിരമായിട്ട് ചൊല്ലുന്ന മനുഷ്യന്മാർ മുഅ്മിനായിട്ടേ മരിക്കുള്ളൂ. ഹദ്ദാദ് ശിർക്കല്ല, ഹദ്ദാദ് ശിർക്കല്ല. യാദൽ ജലാലി വൽ ഇക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ ഞങ്ങളെ നീ മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ് ആ ചൊല്ലുന്ന ദുആ. യാദൽ ജലാലി വൽ ഇക്റാം ചൊല്ലിയ ദുആക്ക് ഉത്തരം ഉണ്ടാവും, ഉറപ്പാണെന്ന് പുണ്യ നബി. അപ്പോൾ ഇത് സ്ഥിരമായി ചൊല്ലുന്ന മനുഷ്യൻ മുഅ്മിനായി മരിക്കും. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. മഹാനായ സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു
മറന്ന മഹാനവർകൾ പറയാണ്, അനസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്ത മഹാനാണ്. മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബി അബി അയ്യാഷ്. ഒരിക്കൽ റസൂലുള്ള അബു അയ്യാഷ് എന്ന് പറയുന്ന സ്വഹാബിയുടെ അടുത്തുകൂടെ അങ്ങനെ നടന്നു പോവാൻ. ബഹുവ യുസല്ലി, അബു അയ്യാഷ് തങ്ങൾ അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിസ്കാരത്തിൽ അബു അയ്യാഷ് തങ്ങൾ പറയുന്നത് എന്താ? വഹുവ യഖൂൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലകൽ ഹംദ് ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാൻ യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ അബു അയ്യാഷ് തങ്ങൾ ഇത് പറഞ്ഞിട്ടാണ് ദ്വാരുന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലകൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻത യാ ഹന്നാനു യാ മന്നാൻ യാ ബദിഅസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഇത് പറഞ്ഞിട്ട് ഇങ്ങനെ ദ്വാരക്കാണ്. ഫഖാല, റസൂലുള്ളാഹി കേട്ടപ്പോൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ ഹബീബ്, ലഖദ് ദഅല്ലാഹ ബിഇസ്മിഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ് വ ഇദാ സുഇല ബിഹി അഅതാ. അബു അയ്യാഷ് തങ്ങൾ ദുആ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ ഇസ്മുൽ അലം പറഞ്ഞുകൊണ്ടാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹ്. ഇസ്മുൽ ആലമിൻ്റെ പ്രത്യേകത എന്താ? ഇസ്മുൽ ആലം ചൊല്ലിയിട്ട് ഒരാൾ ദ്വാരുന്ന ആ ദ്വാക്ക് ഉത്തരം ഉറപ്പാണ്. അങ്ങനത്തെ ദുആയാണ് അബു അയ്യാഷ് തങ്ങൾ ദുആ ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം